അത് അടക്കമുള്ള ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കി, വെറുതെ ഒന്ന് മുത്താലേ നോക്ക്. അതിൽ കാണാം റമദാനിലെ ഗീബത്ത് പറയാതിരിക്കൽ സുന്നത്താണ്. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പറയും ശരിക്കും ഗീബത്ത് പറയാതിരിക്കൽ നിർബന്ധമല്ലേ, പറയൽ ഹറാമല്ലേ? അതെ, ആ ഹറാമ് കബീറത്താണോ സ്വദീറത്താണെന്നേ ചർച്ച ചെയ്യേണ്ടുള്ളൂ. ഹറാമാണോ അല്ലോ എന്നുള്ളതിന് ചർച്ചയില്ല. പിന്നെന്താ റമദാനിൽ ഗീബത്ത് പറയാതിരിക്കൽ സുന്നത്താന്ന് പറയും. അഥവാ ഗീബത്ത് പറയാനുള്ള ചാൻസ് റമദാനിൽ കിട്ടിയിട്ട് തെറ്റാണ്, റമദാനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയാൽ നിർബന്ധത്തിൽ റമദാനാണ് സുന്നത്തിന്റെ കൂലിയും തരും എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ചുരുക്കത്തിൽ എന്താ ഇപ്പൊ സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ, റമദാൻ എന്ന 30 എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മാൾ, എയർപോർട്ട്, പിന്നെ വലിയ വലിയ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ മേലേക്ക് കയറാൻ പറ്റിയ എസ്കലേറ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അവിടെ കയറിയാൽ മേലെ എത്തുന്നത്, അതാണ് റമദാൻ. റമദാൻ 30 ദിവസം ജീവിച്ചാൽ മതി, ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സാരമില്ല, മേലെ എത്തിക്കോളൂ, സ്വർഗത്തിൽ എത്തിക്കോളൂ. അവിടുത്തെ ഡോറിന്റെ പേരാണ് ബാബുൽ ജിഹാദി റയ്യാൻ എന്ന കവാടം. എസ്കലേറ്ററിലും മാളിലൊക്കെ പിന്നെ എസ്കലേറ്ററിൽ കയറിയാൽ മാളിലോ എയർപോർട്ടിലും പോയാലും അടുപ്പിൽ കയറി ഇങ്ങനെ മേലെ പോയിക്കോളൂ. റമദാനിൽ ഒരു തെറ്റും ചെയ്യാണ്ട് കുരുത്തക്കേടൊന്നും കടിക്കാണ്ട് 30 ദിവസം അള്ളാഹ് തിരിച്ചു കൊടുത്താൽ തൊബ്രാനിന്റെ ഹദീസിൽ കാണാം, വനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അള്ളാഹു ഒരു വീട് കൊടുക്കുന്നു. അബ്വാബുഹാ ഹഖ്കുൻ സമാനിയത്തുൻ അതത്, സ്വർഗ്ഗത്തിൽ 8 വാതിലുണ്ടായാൽ വളരെ പ്രധാനപ്പെട്ട കവാടമായ റയ്യാൻ എന്ന കവാടത്തിലൂടെ നമ്മളെ വിളിക്കും. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനത്തെ ഒരു ചോദ്യമാണ്. 2023, 22, 20, 21, 20, 19, 18, 17, 16, 15, 14, 13, 12, 11 ഇങ്ങനെ എക്സെട്ര. ഈ ഏതെങ്കിലും ഒരു കൊല്ലത്തെ റമദാൻ റയ്യാൻ എന്ന കവാടത്തിൽ നമ്മളെ കാത്തിരിക്കാൻ സാധ്യത ഉണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ കാര്യമോ വലിയ തന്നെ റമദാന് എവിടെയോ ഉള്ള റമദാന് വിളിച്ചു വരുത്തുന്നത് നിന്നിക്കാൻ? റമദാൻ സൈഡിലേ പോയിക്കോട്ടില്ലേ? എന്താണ് റമദാൻ? നമ്മൾ ആദ്യം പഠിക്കണം. ഞാനത് ഒന്ന് പറയാതെ വിചാരിക്കുന്നത്. എന്താണ് റമദാൻ? ഒരു സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ 2 പേരെ സ്വപ്നത്തിൽ കണ്ടു. ഒരാൾ ഷഹീദാണ്, മൂപ്പര് സ്വർഗത്തിന്റെ വാതിലിന്റെ പുറത്തുണ്ട്. വേറൊരാൾ പിറ്റേത്തെ കൊല്ലം സാധാ പോലെ ഈ ഷഹീദായ കൂട്ടുകാരൻ മരണപ്പെട്ടതിന്റെ പിറ്റേത്തെ കൊല്ലം സാധാ പോലെ മരണം വരിച്ചാണ്. ഈ 2 ആൾ സ്വർഗത്തിന്റെ വാതിൽ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നി ഏകദേശം ഷഹീദായ ആളായിരിക്കും ഫസ്റ്റ് സ്വർഗത്തിൽ പോവാം. കാരണം സ്വർഗത്തിൽ 8 വാതിൽ ഏറ്റവും ടോപ്പ് ബാബുൽ ജിഹാദാണ്. എന്നാണല്ലോ. അപ്പൊ ഫസ്റ്റ് ഗ്രേഡ് അതിനാണല്ലോ. പക്ഷെ ഞാൻ വിചാരിച്ചത് നേരെ ഉൾട്ടയാ സംഭവിച്ചത്. 2ാമത്തെ ആളാണ് ആദ്യം സ്വർഗത്തിൽ പോയത്. എന്തായിരിക്കും കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയടിക്ക് മറുപടി പറഞ്ഞു, 2ാമത്തെ ആള് ഒരു കൊല്ലം എക്സ്ട്രാ ജീവിച്ചെന്നല്ലേ മോൻ പറഞ്ഞത്? അതെ. അപ്പൊ ഒരു റമദാൻ എക്സ്ട്രാ കിട്ടൂലേ, അതെന്നെ മതിയല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ പള്ളിക്കാട്ടിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരാളെ ഒരു വലിയോ ഒരു നബിയോ മൊയ്ജിദത്ത് കറാമത്ത് കൊണ്ട് ഇതിനില്ല എന്നൊക്കെ എണീപ്പിച്ചാല് എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ മുപ്പര് ആദ്യം പറയല് റമദാനിൽ ഒരു ദിവസം ജീവിക്കാനുള്ള തൗഫീഖ് കിട്ടിയാൽ മതി. 30 വേണ്ട, ഒറ്റ ദിവസം മതി. അങ്ങനെ തെണ്ണം ചുട്ട 30 ദിവസമാണ് ഈ റമദാൻ. എന്താണ് ഈ റമദാൻ നമ്മൾ ചെയ്യേണ്ടത്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫളായിൽ അമാലിൽ പറയാൻ പറ്റിയ ഒരു ഹദീസാണ്. എന്താണ് ആ ഹദീസ്? ലൗ യഅലമു ഉമ്മത്തി മാ ഫി റമദാൻ, റമദാനിന്റെ മഹത്വം എൻ്റെ ഉമ്മത്ത് അറിഞ്ഞിരുന്നുവെങ്കിൽ വർഷം മുഴുവൻ റമദാൻ ആവാൻ ആഗ്രഹിക്കുമായിരുന്നു. നമുക്ക് അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ടാവും? ഇക്കൊല്ലം മൊത്തം റമദാനായാലോ? ഇക്കൊല്ലം പോയിട്ട് 29 കഴിഞ്ഞ് പെരുന്നാളാവാൻ ആഗ്രഹിക്കുന്ന നമ്മളോട് എന്ത് കൊല്ലം മുഴുവൻ? പക്ഷെ ഈ ഹദീസ് പിന്നെ പറയുന്നത് അതിനാണ് ആ ഹദീസ് ആദ്യം ഒരു ഷർത്ത് പറഞ്ഞത്. നീ നന്നായി പഠിച്ചാൽ SSLCക്ക് ഫുൾ വിഷയത്തിൽ A+ കിട്ടും. കിട്ടിയില്ല. എന്തുകൊണ്ട്? പഠിച്ചിട്ടില്ല. അത്രയല്ലേ. ലൗ യഅലമു ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് പഠിച്ചിരുന്നെങ്കിൽ എൻ്റെ ഉമ്മത്തിന് മൊത്തം റമദാനാവാൻ ആഗ്രഹമായിരുന്നു. ആഗ്രഹമില്ല. എന്താ റമദാൻ എന്ന് അറിയില്ല. നമ്മളെ ജീവിതത്തിൽ റമദാൻ എന്ന് പറഞ്ഞാൽ മഗ്‌രിബിന് നന്നായിട്ട് കടിയിട്ടാണ്, പകല് നന്നായിട്ട് ഉറങ്ങണം.
വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളത്? ഏറ്റവും കൂടുതൽ പകല് നമ്മൾ ഉറങ്ങലെപ്പോഴാണ്? റമദാനില്. രാത്രി തിന്നലും റമദാനില്. അദ്ദാദ് ഇമാമ് ഗംഭീരമായിട്ട് എഴുതി വെച്ചല്ലോ, തീറ്റയും ഉറക്കും കുറക്കാതെ റമദാന്റെ ഒരാത്മീയത ഒരാൾക്ക് കിട്ടൂല. ലോകത്തെ ഏതെങ്കിലും മഹാന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ധാരാളം തിന്നു? ഏതെങ്കിലും ഒരു മഹാനെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ടോ? ആ മഹാനായത് കുറെ ഉറങ്ങി. അസ്ഹാബുൽ കഹ്ഫിലാണ് ഉറങ്ങിയത്. അവര് മഹാന്മാരാവാൻ വേണ്ടിയിട്ടല്ല, ബാക്കിയുള്ളവർക്ക് ചിലത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ റമദാൻ എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. അതാണ് ആദ്യം നമുക്ക് വേണ്ടത്. ഞാൻ ചിലതിങ്ങനെ പറഞ്ഞു നോക്കാം, 10 കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ സമയം, ട്രെയിൻ എന്തായാലും ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് തിരൂർ പോകണല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സമയപരിധിയൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകും. 10 കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. നമുക്കൊന്ന് എവിടെയാണോ എത്തുന്നത് അവിടെ വെച്ച് നിർത്താം. അള്ളാഹു ആണ് ഇതൊക്കെ സ്വീകരിക്കേണ്ടത്. അള്ളാഹു കബൂലാക്കട്ടെ. 1, റമദാനെ കുറിച്ച് പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം അമലുഹു മുളാഅഫ്. നോമ്പുകാരൻ റമദാനിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വർദ്ധിത മൂല്യമാണ്. സാധാരണ ഒരു നന്മയുടെ കൂലി 1-1, 1-10, 1-70, 1-700, 1-7000, 1-70,000, 1 എത്ര കൂലിന്ന് അള്ളാഹ്ക്ക് അല്ലാണ്ട് അറിയില്ല. ഇങ്ങനെ 7 ഐറ്റംസ് ആണ് കൂലിയുടെ കണക്ക്. ഒന്നുകൂടി പറയുന്നു: 1-1, 1-10, 1-70, 700, 7000, 70,000, ലാസ്റ്റത്തത് ലാ യഅലമുഹു ഇല്ലല്ലാഹ്. ഇതിന്റെ കൂലി അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഇങ്ങനത്തെ 3 കർമ്മങ്ങളാണ് ലോകത്തിന്റെ ഉള്ളൂ, അള്ളാഹ്ക്കേ കൂലി അറിയുള്ളൂ എന്നുള്ളത്. അതിലൊന്ന് നോമ്പാണ്. അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്. വഅനാ അജ്സി ബിഹി, ഞാൻ കൂലി കൊടുത്തോളാം. മക്കളെ, നിങ്ങൾ എഴുതിയിട്ട് പൂജി ഇട്ട് ലക്ഷം കോടി 10 കോടി അങ്ങനെ എഴുതി വെറുതെ കടച്ചെടുക്കണ്ട. ഞാൻ കൊടുത്തോളാം കൂലി, ഞാൻ കൊടുത്തോളാം കൂലി. അസ്സൗമുലി വഅനാ അജ്സി ബിഹി. അതിന് വേറെ അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഇതിനോട് ചേർന്ന് വരുന്ന ഒരർത്ഥം പറഞ്ഞു നോക്കി. രണ്ടാമത്തെ ഒരു നന്മയാണ് ക്ഷമ. ക്ഷമ ഉണ്ടല്ലോ, ക്ഷമിക്കുക എന്ന് പറയുന്നത്. എന്തെങ്കിലും മുസീബത്ത് വന്നാൽ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ക്ഷമ, തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ക്ഷമ, തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ക്ഷമക്കാണ് കൂടുതൽ കൂലി ഉണ്ടാവുക. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ചെറുപ്പക്കാരൻ കല്യാണത്തിൽ പങ്കെടുത്ത് ബിരിയാണിയൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് 2:15-2:30 വീട്ടിലെത്തി. വീട്ടുകാരെല്ലാവരും പോയിട്ടുള്ളത് കല്യാണത്തിന് ഒരേ രാത്രിയെ വരുള്ളൂ. ഇയാൾ ഒറ്റക്കാണ്. നെറ്റുണ്ട്, സൗകര്യമുണ്ട്, വൈഫൈ ഉണ്ട്, ഫോണുണ്ട്. യൂട്യൂബ് ഇങ്ങനെ തുറക്കുന്ന സമയത്ത് ആദ്യം ഒരു വഴത് വന്നു, പിന്നെ എന്തോ ഒരു ഹറാമായ ഒരു വീഡിയോ വന്നു. ആ സമയത്ത് തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നല്ല ക്ഷമമാണ്, ഉറപ്പല്ല. ക്ഷമിക്കുന്നതിന്റെ കൂലി അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതിനത്ര കൂലി. ഒരു മഹാന്റെ കണ്ണിന് കാഴ്ച, ഒരു കണ്ണിന് കാഴ്ചയില്ലാത്തത് ഭാര്യ പോലും 40 കൊല്ലം അറിഞ്ഞിട്ടില്ല എന്നാണ്. ആരോട് പറയുന്നില്ല, നമുക്കുള്ള സൂക്കടല്ലേ സ്റ്റാറ്റസിൽ മൂഡ് ഓഫ് എന്നുള്ളത്. മഹാന്മാർക്കില്ല അവരോട്. ഒരു മഹാന് 30 കൊല്ലം പല്ലുവേദനയായിട്ട് അത് ആരോട് പറഞ്ഞില്ല. പിന്നെ എങ്ങനെ ഈ ചരിത്രം പുറത്തെത്തി എന്നുള്ളതായിരിക്കും നിങ്ങളൊരു സംശയം ഉണ്ടാവുക. അത് ഓരോ കുടുംബത്തിൽപ്പെട്ട സഹോദരന്റെ മോനെ പല്ലുവേദന വന്നിങ്ങനെ പടക്കുമ്പോൾ ആ മോനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ മഹാൻ പറഞ്ഞു: മോനെ, എനിക്ക് 30 കൊല്ലം ഈ പല്ലുവേദന, ഞാൻ ഇന്നേ ഒരാളോട് പറഞ്ഞില്ല. ഇത് നിനക്ക് പറഞ്ഞത് മോനൊന്ന് ഇതുകൊണ്ട് ഇറ്റാളുണ്ടാവാനാ, മോനൊന്ന് നന്നാവാൻ വേണ്ടിയിട്ടാണ്. മഹാന്മാരുടെ ചില രഹസ്യങ്ങളൊക്കെ അള്ളാഹു എങ്ങനെയെങ്കിലൊക്കെ പുറത്തെത്തിക്കുന്നത് അവരുടെ മാത്രം മനസ്സിലാക്കാനാണ്. ഉവൈസുൽ ഖർനി തങ്ങളൊന്നും ആരും അറിയണ്ടെന്ന് വിചാരിച്ചിട്ട് ജീവിച്ചാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, കണ്ടത് വരപ്പിച്ചുകൊണ്ട് ഇജാബത്തുള്ള ആളാണ്. അത് അള്ളാഹു എത്തിക്കും. ബുഖാരി ഇമാമൊക്കെ ജീവിച്ചപ്പോൾ വഫാത്തായതിനു ശേഷം കബറടക്കിയപ്പോൾ ആ കബറിന്റെ പരിസരത്തുള്ള മണ്ണുകൾ കസ്തൂരിയുടെ മണ്ണാണ്. അതാ കാരണം ബുഖാരി ഇമാം അത്രയും രഹസ്യമായിട്ട് സുന്നത്തോമ്പ് പറ്റുന്നത്. ഈ രഹസ്യ സുന്നത്തോമ്പ് പറ്റതിന്റെ മണം പുറത്തേക്ക് എത്തിച്ചത് വഫാത്തായപ്പോഴാണ്. അതാണ് തന്നെയല്ലേ നോമ്പുകാരന്റെ വായിൽ നിന്ന് കസ്തൂരിയുടെ ഗന്ധം എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല. അല്ല, അത് മരിച്ച മുതൽ തുടങ്ങും. അത് വിശദീകരിക്കുന്നത് അള്ളാഹു ചില രഹസ്യങ്ങൾ ചിലത് പുറത്തെത്തിക്കുന്നത് അവരുടെ മഹത്വം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് ഓരെ കൊണ്ട് കിട്ടേണ്ട ബർക്കത്ത് കൂടി കിട്ടാൻ വേണ്ടിയാണെന്ന് ഇമാം ഷാബാനി റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ അതേപോലത്തെ ഒരു നന്മയാണ് മാപ്പ് നൽകൽ. ബാക്കിയുള്ളവർക്ക് പുറത്തു കൊടുക്കൽ. പുറത്തു കൊടുക്കലല്ല, പുറത്തു കൊടുക്കൽ.
നമ്മൾ നല്ല വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കുഴിയിൽ ചാടിച്ചിട്ട് ഒരു ലോറിയോ ജീപ്പോ ചെളി തെറിപ്പിച്ചു. സാരമില്ല, അത് ചിന്തിക്കുക. ഇത് ചമ്മാടെത്തുന്നതിന് ആക്സിഡന്റ് ആയി പോയിട്ട് നിസൂറായ അത് ചിന്തിക്കാൻ പാടില്ല എന്നാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ചിരി വരുന്നതെന്ന് എനിക്കറിയില്ല. അതുമല്ല, അതിന് മാത്രമൊന്നും വലിയ കോമഡി ഒന്നും അല്ല ശരിക്കും പറഞ്ഞു. പക്ഷെ നമ്മുടെ ഒരു സ്വഭാവം അങ്ങനെ ആകുമ്പോഴാണ് നമുക്കത് വേഗം ചിരി വരും. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ജുമുഅക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ മത്സ്യം കഴുകിയ വെള്ളം മഹാന്റെ ദേഹത്ത് ഒഴിച്ചത്ര. മഹാൻ അവർക്ക് വേഗം തിരിച്ചു വന്ന് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് പള്ളിയിൽ പോകുമ്പോൾ ആരും ചോദിച്ചു, ആ പെണ്ണുങ്ങളെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ശരിക്കും എന്നെ പോലത്തെ മഹാ തെറ്റുകാരെല്ലാം നരകത്തിൽ തീ ഒഴിച്ച് കത്തിച്ച് കളയുള്ളത്. ഇത് മത്സ്യം കഴുകിയ വെള്ളമല്ലേ, പ്രശ്നമില്ല. അതിലെ മനസ്സിന്റെ ശുദ്ധി കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. നമ്മളെ മനസ്സ് അത്രയും ശുദ്ധിയാവുമ്പോഴാണ് സംഭവിക്കുന്നത്. നമ്മളെ വിഷയം ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല, കുറച്ച് സ്പീഡിൽ പോകണം. റമദാനിന്റെ ഒന്നാമത്തെ പ്രത്യേകത അമലുഹു മുളാഫുൻ. നോമ്പുകാരൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ കൂലി അധികമായിരിക്കും. ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലി, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലി. ഇത് ചെവി മുളച്ച മുതൽ കാലം മുതൽ കേട്ട് എന്നല്ലാണ്ട് ഇതെന്താന്ന് നമുക്കറിയില്ല സംഭവം. ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലി, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലി. എന്ത് സാധനം? എന്താ സുന്നത്തിന്റെ കൂലി എന്ന് പറഞ്ഞാൽ? എന്താ ഇപ്പൊ ഫർദിന്റെ കൂലി? ഒരാൾ മനുഷ്യറിൽ എത്തിയിട്ട് അയാളോട് വേറൊരാൾ പറയാണ്, നിനക്ക് ഭൂമി മുഴുവൻ 1 ഏക്കർ 10 ഏക്കർ 20 ഏക്കർ 500 ഏക്കർ അല്ല, ഭൂമി മുഴുവൻ നിനക്ക് തരാം, നിന്റെ ഒരു ഫർദിന്റെ കൂലി എനിക്ക് തരുമെന്ന് വെച്ചാൽ കൊടുക്കൂല. ആയിരക്കണക്കിന് സുന്നത്ത് ചെയ്താൽ ഒരു ഫർദാവില്ല. ഒരാൾ സുബഹി മുതൽ രാത്രി ഉറങ്ങുന്ന 12:30 വരെ സുന്നത്ത് സ്കിരിച്ചു നോക്കുമ്പോൾ റക്കായത്തുകൾ സുന്നത്തിൻ്റെത് 2008 റക്കായത്ത്. പക്ഷെ അയാൾ ഇന്ന് സുബഹി സ്കിരിച്ചിട്ടില്ല. അതിന്റെ പകരാവോ? ഇല്ല. അജ്മീർ നാഗൂർ മുത്തുപൊട്ടാൽ സിയാറത്തിന് പോയിട്ട് ളുഹ്റ ഖളാക്കി, പകരാവോ? ഇല്ല. ഫർള് എന്ന് പറഞ്ഞാൽ അവസാന കാലമാകുമ്പോൾ ഹിക്കമിന്റെ ശറയിൽ കാണാം, മിൻ അലാമത്തി ഇത്തിബാഇൽ ഹവ കസറത്തുൻ നവാഫിൽ ബിലാ ഫർള്. ഫർള് ഉണ്ടാവില്ല, സുന്നത്ത്, പെരും സുന്നത്ത്. മജ്ലിസ്, ഓൺലൈൻ മജ്ലിസ്, മറ്റേ മജ്ലിസ്, താത്താമാരിൽ ഭയങ്കര അങ്ങനെ മജ്ലിസ്. ഭർത്താവ് ബെഡിലേക്ക് വിളിച്ചാൽ എനിക്ക് ചൊല്ലാനുണ്ട്, അത് പ്രശ്നം. സുന്നത്തിനെ ഫർളിനേക്കാൾ പ്രാധാന്യം നൽകുന്നത് മതം അനുസരിച്ചിട്ട് ജീവിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ്. അയാൾ മതം അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത്, അയാൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. അത് നമ്മളെപ്പോൾ ശ്രദ്ധിക്കണം. നമുക്കൊരു ഇബാദത്തിൽ ഭയങ്കര ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഹൃദയത്തിലേക്ക് ഒരു സെൽഫി ക്ലിക്ക് ചെയ്യണം. എന്തോ പ്രശ്നമുണ്ടോ? എനിക്ക് നല്ല ഫുഡ് കിട്ടുന്നതുകൊണ്ടാണോ ഞാൻ ഇങ്ങനെ പരിപാടിക്കൊക്കെ പോകുന്നത്? അല്ല, എല്ലാവരും ആദരിക്കുന്നതുകൊണ്ടാണോ ഞാൻ ഇതിൽ തന്നെ നിൽക്കുന്നത്? കം ഹസനത്തിൽ ഐസ്ക്രീമിന്റെ മുകളിൽ കാണുന്ന ചെറീസ്, സ്ട്രോബെറി വാനിലിന്റെ മുകളിൽ കാണുന്ന ചെറീസിൽ നീ വഞ്ചിതരാവരുത്. ഉള്ളിൽ ചിലപ്പോൾ വിഷമുണ്ട്. എല്ലാവരും എന്നെ ആദരിക്കുന്നതുകൊണ്ടാണോ ഞാൻ എല്ലാ പരിപാടിക്കും പോകുന്നത്? എനിക്ക് കിട്ടുന്ന സംഖ്യന്റെ കവറിന്റെ കട്ടി കൊണ്ടാണോ ഞാൻ ഈ പരിപാടിക്കൊക്കെ പോണത്? ശരിക്കും ബുദ്ധന്റെ മഹത്വം കൊണ്ട് തന്നെയാണോ ഞാൻ പുറത്ത് ചെല്ലുന്നത്? അല്ല ഇൽമിന്റെ മജ്ലിസിന്റെ വർക്കത്വം തന്നെയാണോ ഞാൻ ഇതൊക്കെ പങ്കെടുക്കുന്നത്? നമുക്ക് നമ്മളെ കുറിച്ച് ഭയങ്കര ഡൗട്ട് ഉണ്ടാണ്, ഭയങ്കര പ്രശ്നം. നമ്മളെ കുറിച്ച് ഇങ്ങനെ ഒന്ന് ആലോചിച്ചോക്കണം. അപ്പൊ പറഞ്ഞു വരുന്നത്, ആയിരക്കണക്കിന് സുന്നത്ത് ചെയ്താൽ ഒരു ഫർദിന്റെ സ്ഥാനത്തെത്തൂലെന്ന് ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു. അങ്ങനത്തെ ഫർദിന്റെ കൂലിയാണ് ഒരൊറ്റ സുന്നത്തോണ്ട് അല്ലാഹു തരുന്നത്. ഇപ്പൊ റമദാനില് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അടുത്തേക്കാൽ വെച്ച് ഒരു ഫർദിന്റെ കൂലി. ആരോ സലാം പറഞ്ഞപ്പോ വഅലൈക്കും അസ്സലാം അയാൾ കേൾക്കത്തക്ക വിധത്തിൽ പറഞ്ഞു, 70 ഫർദിന്റെ കൂലി. ഏത് കാലത്ത് നമുക്ക് കിട്ടില്ല? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇത് റമദാൻ അല്ലാത്ത ഏത് കാലത്ത് കിട്ടില്ല? അതുകൊണ്ടല്ലേ റമദാൻ കഴിഞ്ഞിട്ടുള്ള 6 മാസവും മഹാന്മാര് ദ്വാരപ്പത്രേ ഈ കഴിഞ്ഞ റമദാൻ സ്വീകരിക്കണേ. റമദാൻ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടയാളം തന്നെ റമദാൻ കഴിഞ്ഞിട്ട് റമദാനിൽ ചെയ്ത നന്മകളൊക്കെ പിന്നെയും തുടരാനുള്ള തൗഫീഖ് കിട്ടും. അതുകൊണ്ടാണ് അള്ളാഹു ജസ്റ്റ് ഒരു പരീക്ഷണം എന്ന അർത്ഥത്തിൽ ശവ്വാൽ നോമ്പ് ഒരു 6 ഇട്ടത്. സാമ്പിൾ നോക്കാലോ? ഇല്ല, നോക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? സുന്നത്തല്ലേ. നീ എന്താ തുറന്ന പള്ളിയിൽ വരാത്തത്? അത് ബിസിനസ് എല്ലാമ്പോ അതേ
സമയത്ത് ജുമാക്ക് വരുന്നില്ല, അതേ സമയം വരുന്നില്ലേ? അതെ, അത് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു ചിലത് സുന്നത്തും ചിലത് ഫർളും ആക്കിയത്. അല്ലെങ്കിൽ വല്ലൊന്ന് സുന്നത്താക്കിയാൽ പോലെ, എല്ലാം ഫർളുമാക്കിയാൽ പോലെ. അപ്പൊ പറഞ്ഞു വന്നത്, റമളാനിന്റെ ഓരോ നന്മകൾക്കും നമുക്ക് എണ്ണമറ്റ പ്രതിഫലമായിരിക്കും. പ്രതിഫലം വർദ്ധിക്കുന്നത് 3 കാരണങ്ങൾ കൊണ്ടായിരിക്കും. പ്രധാനമായിട്ട് എന്ന് പറയാൻ കാരണം അതല്ലാത്ത കാരണം ഉണ്ടാവും. സമയപരിമിതി കൊണ്ടാണ് നമ്മളിങ്ങനെ ചുരുക്കി കൊണ്ടുവരുന്നത്. ഒന്ന്, ഷറഫുൽ മക്കാൻ, ചില സ്ഥലങ്ങളിൽ ചെയ്യുന്ന നന്മകൾക്ക് കൂടുതൽ കൂലി ഉണ്ടാവും. ഉദാഹരണത്തിന് മക്കത്ത് ഒരു തസ്ബീഹ് ചൊല്ലിയാൽ 1,00,000 തസ്ബീഹിന്റെ കൂലി. ഹറമെന്ന് പറഞ്ഞാൽ മസ്ജിദിൽ ഹറാമെന്നല്ല, ഹറം ജിയോഗ്രഫിക്കൽ ടെറിട്ടറിയിലാണ് നമ്മളെ റൂം ഉണ്ടാവുക. ഏകദേശം ഉംറക്കൊക്കെ പോയാൽ അവിടുന്ന് ഒരാൾ ഉറങ്ങി എണീറ്റിട്ടോ ബെഡ്മേൽ ഇരിക്കുമ്പോഴോ അപ്പൊ 1,00,000 യാള്ള അതിന്റെ കൂലി കിട്ടും. യാള്ള എന്നുള്ള ദിക്റിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് എന്താ അതിന്റെ അർത്ഥം എന്ന് വിശദീകരിക്കാൻ കഴിയാത്ത വണ്ണം ആ യാ അല്ലാ എന്ന അക്ഷരത്തിന്റെ ഉള്ളിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. ഒരു രോഗിയാണ് യാ അല്ലാ എന്ന് വിളിക്കുമ്പോ അതിന്റെ അർത്ഥം എന്റെ രോഗം മാറ്റണേ. പരീക്ഷ എഴുതാൻ പോകുന്ന ഒരാൾ പരീക്ഷ ഹാളിൽ കയറുമ്പോ യാ അല്ലാ ജയിപ്പിക്കണേ അല്ലാ എന്നതിന്റെ അർത്ഥം. അതെ, മുന്നിൽ ഒരു വണ്ടി മുട്ടിയില്ലാന്ന് സ്പീഡിൽ ഒരു കുട്ടി നമ്മളുടെ കാറിന് നേരെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് ശരിക്കും പിടിച്ചിട്ട് യാ ഒന്ന് ഇതൊന്ന് രക്ഷപ്പെടുത്തണേ എന്നതിന്റെ അർത്ഥം. യാള്ളന്റെ അർത്ഥം എത്ര വിശദീകരിച്ചാലും തീരില്ല. യാ അല്ലാ എന്ന പദത്തിന് വളരെ വിശാലമായ അർത്ഥമുണ്ടെന്ന് ഇമാം സ്വാബിർ റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദ് എഴുതിയ അസ്മാഉൽ ഹുസ്നന്റെ ബൈത്ത് വിശദീകരിക്കുമ്പോൾ അതിൽ പറയുന്നു, വളരെ വിശദമായിട്ട് തന്നെ പറയുന്നു. അപ്പൊ റമദാൻ നന്മ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ചില സ്ഥലങ്ങളിൽ നന്മ ചെയ്താൽ കൂടുതൽ കൂലിയായിരിക്കും. അതാണ് മക്കത്തുനിന്ന് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാൽ യാ റബ്ബേന്റെ കൂലി എത്ര? 1,00,000 കൂലി എന്നെല്ലാം പറഞ്ഞ മദീനത്തെ പള്ളിയേക്കാൾ അല്ലാണ്ട് തിരൂരങ്ങാടി വലിയ ജുമാഅത്ത് പള്ളിയേക്കാൾ അല്ല. അപ്പൊ മദീനത്തെ പള്ളിയേക്കാൾ 1,00,000 എന്ന് പറയുമ്പോൾ മദീനത്തെ പള്ളിയും മക്കത്തെ പള്ളിയും കൂടി മൾട്ടിപ്പിൾ ചെയ്യണം, ഗുണിക്കണം. അപ്പൊ കിട്ടല് 10 കോടിയാണ്. ഇത് ഇങ്ങനെ കാൽക്കുലേറ്ററിൽ കിട്ടിയ കണക്കല്ല. ഇബ്നു ഹജർ തുഹ്ഫന്റെ 4 കിതാബുൽ ഹജ്ജിൽ പറഞ്ഞ കണക്കായി പറയണത്. അതിന്റെ കൂലി എത്ര? ഒരു ചിന്തിച്ചു നോക്കി. ആ കൂലി അല്ലാഹു ആ നാട്ടിൽ ഒരുപാട് തവണ നമ്മൾ എത്തിക്കട്ടെ. ചില ആൾ കാര്യമായിട്ട് അമീറിനോട് ചൂടാല് എന്ത് തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞു, പിന്നെ ഇന്ത്യൻ ഹോട്ടൽ എന്ന് പറഞ്ഞു, പിന്നെ എന്തിനാണ് ഇവിടെ ഉറങ്ങിയാൽ പോലെ ഉറങ്ങാനാണ് കൂടുതൽ, അവിടെ ഈ ബാത്തിയല്ലേ കൂടുതൽ. ചില സ്ഥലങ്ങളിൽ നന്മ ചെയ്താൽ കൂടുതൽ കൂലി കിട്ടും. ഉദാഹരണം പറയാം, മദീനത്തെ പള്ളി, മക്കത്തെ പള്ളി, ബൈത്തുൽ മഖ്ദസ്, അതൊക്കെ ഒരു ഉദാഹരണം. ഇനി രണ്ടാമത് നോക്കൂ, ഷറഫു സമാൻ, ചില സമയത്ത് നന്മ ചെയ്താൽ കൂടുതൽ കൂലിയായിരിക്കും. കാശിരി ദുൽഹിജ്ജന്റെ ആദ്യത്തെ 10 ദിവസം പോലെ. അതിന് മുമ്പ് ചെയ്ത നന്മയും ശേഷം ചെയ്ത നന്മയും തമ്മിൽ ഏറെ വ്യത്യാസം ഉണ്ടാവും. റമദാനിൽ ചെയ്യുന്ന നന്മ, റമദാനിൽ ഒരു തസ്ബീഹിൽ 1000 തസ്ബീഹിൽ കൂലി ഏറ്റവും ചുരുങ്ങിയതാണ്. അങ്ങനെ കൂലി അധികം കിട്ടുന്നതുകൊണ്ടാണ് ചില ആൾക്കാർ റമദാനിലെ തറാവീഹിലെ സുജൂദിൽ 3 തസ്ബീഹ് ചൊല്ലാത്തത്. വെറുതെ മലക്കൾക്ക് പണിയാക്കണ്ടല്ലോ, പാവങ്ങൾ എന്തിനാ കഷ്ടപ്പെടുത്തുന്നത്? കാരണം അള്ളാഹ് തന്ന തല അള്ളാന്റെ മുമ്പിൽ വെക്കാൻ 3 സെക്കൻഡ് പോലും ഇത് കഴിഞ്ഞില്ല. അത്രക്ക് തിരക്കാണ്, തിരക്കാം. ഈ തിരക്ക് എത്ര പേര് ഉണ്ടാവും ഖുർആൻ തന്നെ പറയുന്നുണ്ട്. കവറിലെത്തുന്നവരെ തിരക്കുണ്ടാവും. കാരണം കവറിൽ പോകുമ്പോഴുള്ള കഫമുടക്ക് കീശയില്ലാത്തതുകൊണ്ട് തന്നെ ഐഫോണൊന്നും എടുക്കാൻ കഴിയില്ല. അവരെ തിരക്കുണ്ടാവില്ല, ഫ്രീ ആയിട്ട് അടക്കിടുന്നുണ്ടാവും. സാധാരണ റമദാൻ അല്ലാത്ത കാലത്ത് മൂപ്പര് റുക്കൂയിലും സുജൂദിലും തസ്ബീഹ് 3 ചൊല്ലുന്നെങ്കിൽ ഒറ്റക്കുള്ള സുന്നത്ത് നിസ്കാരത്തിൽ പ്രത്യേകിച്ച് കൂടുതൽ ചൊല്ലാൻ ശ്രമിക്കല്ലേ വേണ്ടത്. കാരണം ഒരു തസ്ബീഹിന് ഏറ്റവും ചുരുങ്ങിയത് 1000 കിട്ടും. ഏറ്റവും ചുരുങ്ങിയത് 1000 സുബ്ഹാനല്ലാഹി കൂലി കിട്ടും. ഇബ്രാഹിം നഖി റളിയല്ലാഹു അൻഹു പറയുന്നത് അദ്ദുറുൽ മൻസൂറിലൊക്കെ കാണാം. നമ്മൾ നോക്കുന്ന
തന്നെ ഏറ്റവും സ്പീഡ് നിസ്കരിക്കുന്ന ഇമാമിനെയാണ്. അവിടെ എത്ര മണിക്ക് തറാവി? എത്ര? 8:15 തുടങ്ങിയിട്ട് 9:02 തീരുന്ന. ഇവിടെ 9:01 തീരുന്നുണ്ട് പോനെ. ഞാൻ ഇല്ല. പിന്നെ വേറെ പള്ളിയിൽ വിളിച്ചിട്ട് അവിടെ എത്ര മണിക്ക്? ഏതാ സുഹൃത്തും വന്നോക്കെ? ഞാനില്ല മോനെ, ഇവിടെ ചെറിയ പൈസക്ക് അലന്തര ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. ശരിക്കും ഹദ്ദാദിമാവ് ചോദിക്കുന്നത് ആർക്ക് വേണ്ടിട്ട് നമ്മൾ ഈ തറാവീഹ് നിസ്കരിക്കും? ആരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ഈ തറാവീഹ് നിസ്കരിക്കണം? അല്ലാഹ് നമ്മളെ കുറെ റക്അത്ത് കിട്ടിയിട്ട് എന്താ വേണ്ടത്? ആ നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ ഫർദ് നിസ്കരിക്കുന്ന അതേ സ്ലോയില് തറാവീഹ് നിസ്കരിക്കണമെന്നൊന്നും ആരോടും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ നിസ്കരിക്കുന്നതും ചെയ്യുന്ന കാര്യം ഒന്ന് കൃത്യമാവണ്ടേ? അതുകൊണ്ടേ ഈ തസ്ബീഹ് എന്റെ ആഖിറത്തിലെ നന്മയുടെ ഭാരം തൂങ്ങാനുള്ളതാണെന്നുള്ള ഒരു വിചാരം നമുക്ക് ഉണ്ടാവണ്ടേ? ശരിക്കും ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത് പ്രകാരം മഹാനവറുകളുടെ ഒരു പ്രൗഢമായ ഒരു ഗ്രന്ഥമുണ്ട്. ശരിക്കും കള്ളത്തൊരീക്കത്തുകാർക്കെതിരെ മാത്രം എഴുതിയതാണോ ആ കിതാബ് എന്ന് വായിച്ചാൽ ചിലപ്പോൾ തോന്നിപ്പോകും. പുതിയ കാല വിചാരങ്ങളെ മുഴുവനും വെട്ടി നശിപ്പിക്കുന്നുണ്ട് മഹാനായ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു. വലിയ മുവഫഖായ മഹാനാണ്. ഷാഫിഈ ഫിഖ്ഹിൽ വലിയ സേവനമുണ്ട്. അഥവാ ഫഖീഹാണ്, സൂഫിയാണ്. മഹാനവറുകളുടെ പ്രൗഢമായ ഒരു ഗ്രന്ഥമാണ് ഹാദിൽ ഹാദിരീൻ ഇലാ ഉസൂമി അഖ്ലാഖിൽ ആരിഫീൻ. ആ കിതാബിൽ കാണാം. ശരിക്കും നമ്മുടെ നന്മയുടെ തട്ട് ഭാരമാവുന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ നന്മയുടെ തട്ട് എങ്ങനെയാ ഭാരമാവല്? അങ്ങനെ തട്ടിന് ഭാരം ഉണ്ടാണെങ്കിൽ അപ്പുറം തിന്മന്റെ തട്ട് ഇല്ലാതിരിക്കണം. ആളെ സക്കാത്ത് കൊടുക്കാൻ മാത്രം ഉണ്ട് നമുക്ക്, അല്ലേ? പിന്നെ ഇത് ഭാരം പിന്നെ ഓക്കെ നന്മന്റെ തട്ടും തിന്മന്റെ തട്ടെല്ലാം ഉണ്ടായി നിന്റെ നന്മന്റെ ഭാരം ആകാം എന്ന് വിചാരിക്കണമെങ്കിൽ രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ലേ? നിന്റെ നന്മ എല്ലാം സ്വീകരിക്കണ്ടേ? നമ്മളെ നന്മ സ്വീകരിക്കണമെങ്കിൽ എന്തെല്ലാം കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അത് സ്വീകരിച്ചു തന്നെ വിചാരിക്കാം. എന്നാലും എന്റെ പൊന്നെ, അത് സ്വീകരിച്ചാൽ തന്നെ ഇത് ആർക്കെല്ലാം കൊടുക്കാൻ്റെ നീമത്ത് വിദ്യനാവസാദ് ഇങ്ങനെ എല്ലാം കഴിച്ചിട്ട് തന്നെ തന്മന്റെ തട്ട ഭാരമാവട്ടെ? അതൊന്നും ഒരു സാധ്യത ഇല്ലടാ. വെറുതെ വിചാരിക്കണ്ടാണ് മഹാൻ പറയുന്നത്. ആ വിഭാഗത്ത് കണ്ടാൽ സ്റ്റെക്കായി പോകും. എന്താ ഈ മഹാൻ പറഞ്ഞത്? ചേറാനിന്റെ പറയുന്നത് നന്മന്റെ തട്ടൊക്കെ ഭാരമാണെങ്കിൽ ഓക്കെ, അമ്പിയാക്കള്, പിന്നെ അമ്പിയാക്കളുടെ അത്ബ ആയിട്ടുള്ള കുമ്മലായിട്ടുള്ള വളരെ പരിശ്രേഷ്ഠരായിട്ടുള്ള അശറത്തുൽ മുബശ്ശിറ പോലത്തെ വലിയ മഹാന്മാരായ സൂഫിയാക്കള് അവരൊക്കെയാണ് ഓക്കെ. നമ്മളെല്ലാം എങ്ങനെ ഭാരമാവുക? ഇത് പഠിക്കുന്ന നമ്മളാണ് റമദാന്റെ മഹത്വം മനസ്സിലാക്കേണ്ടത്. ഒരു തസ്ബീഹിന് 1000 തസ്ബീഹിന്റെ കൂലി, ഒരു റക്അത്തിന് 1000 റക്അത്തിന്റെ കൂലി. ഉദാഹരണങ്ങൾ പറയാം. ഇതൊക്കെ കിതാബിൽ ഉള്ളതാണ് പറയുന്നത്. എല്ലാം ഇവിടെ പറയാൻ കഴിയും. റമദാനിൽ ചെയ്യുന്ന ഏത് നന്മക്കും ഉദാഹരണം റമദാനിലുള്ള ഉംറത്തും ഫീ റമദാൻ തഅദിലു കഹജ്ജതി മഈ, എന്റെ കൂടെ ഹജ്ജ് ചെയ്യുന്ന പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ? റമദാൻ ഒരാൾക്ക് മക്കത്ത് വെച്ച് കിട്ടി, ഹറമിൽ വെച്ച് കിട്ടി. അയാൾ റമദാനിൽ ഉംറ ചെയ്താൽ റമദാൻ ഉംറ ചെയ്യണ്ട, മക്കത്ത് വെച്ച് റമദാൻ മാസം നോമ്പ് പൂർത്തിയാക്കി, എന്നാൽ തന്നെ കോടിക്കണക്കിന് പ്രതിഫലം അയാൾക്ക് വാങ്ങാൻ പറ്റും. ഇതൊക്കെ ഇമാമിങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. മൂന്നാമത്തത് നന്മയുടെ പ്രതിഫലം അധികമാവാനുള്ള മൂന്നാമത്തെ കാരണം ഒന്ന് സ്ഥലം, മറ്റൊന്ന് സമയം. മൂന്നാമത്തത് ആ വ്യക്തിയെ നോക്കിയിട്ട് പ്രതിഫലം കൂടും. ഉദാഹരണത്തിന് ഈ ഉമ്മത്ത് ചെറുത് ചെയ്താൽ തന്നെ വലിയ കൂലി കിട്ടും പഴയകാല ഉമ്മത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതേപോലെ ആലിം പറഞ്ഞാൽ ആരിഫ് ആയ ആലിം, അവര് ചെയ്യുന്ന 2 റക്അത്ത് നിസ്കാരം സാധാരണക്കാരന്റെ 1000കണക്കിന് റക്അത്തിനേക്കാൾ പ്രതിഫലം ഉണ്ടാവും. നമ്മൾ ഈ പരമാവധി മുദ്ദാലിമീങ്ങളെ ഒന്നും നിന്ദിക്കാതെ, ആലിമീങ്ങളെ വെറുപ്പിക്കാതെ, ഒരു സംഘടനാ വൈജാത്യത്തിലും നിൽക്കാതെ, സയ്യിദിനെ അഥവാ ഒരു തങ്ങളെ ഒന്നും വിഷമിപ്പിക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാൾ മരിക്കുമ്പോൾ കാഫിറായി മരിച്ചു പോകുന്ന, ഈമാൻ നഷ്ടപ്പെട്ട് മരിച്ചു പോകുന്ന 8 കാരണങ്ങൾ ദഖീറത്തുൽ ഖൈർ എന്ന കിതാബിൽ പറയുന്നുണ്ട്. 8 ഇവിടെ പറയാല്ല. അതിലൊന്ന് ഇതായിരുന്നു: ഏതെങ്കിലും ഒരു ആലിമിനെ, ഏതെങ്കിലും ഒരു വലിയനെ, ഏതെങ്കിലും ഒരു സയ്യിദിനെ മനസ്സുകൊണ്ട് വെറുപ്പിച്ചാൽ, ശരീരം കൊണ്ട് ബുദ്ധിമുട്ടിച്ചാൽ, ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തിയാൽ അയാളെ ആക്തിപത്ത് ചെയ്യോ. കാരണം അവരോട് അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ചു. അള്ളാഹ് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആക്തിപത്ത് ചെയ്യാവുന്ന. ഒരാളെ
നമ്മൾ വിചാരിക്കുന്ന സംഘടനന്റെ ആളാവട്ടെ ആവാതിരിക്കട്ടെ, നമ്മൾ ആരും പൊലിപ്പിക്കാനും വിഷമിപ്പിക്കാനൊന്നും പോകരുത്. ബാക്കിയുള്ള ആളെ ചീത്ത വിളിക്കലും തെറി വിളിക്കലും ആ സംഘടനാ പ്രവർത്തനം എന്ന് വിചാരിച്ച കുറെ അല്പജ്ഞാനികളുണ്ട്. എന്താണ് ദീനെന്ന് പറഞ്ഞാൽ എന്താ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സംവാദം നടത്തുന്ന ആളോട് തന്നെ ആദ്യം അങ്ങോട്ട് പോയിട്ട് പറയും, പിന്നെ നമ്മൾ ആശയത്തിലെ അഭിപ്രായ വ്യത്യാസമുള്ളൂ, സൗഹൃദം കട്ടക്ക് കട്ടേന്നിട്ട് അപ്പുറം. ഇതാണ് ആ കാലത്ത് സംവാദത്തിന്റെ ഒരു സ്റ്റൈല്. എന്തൊരു സൗന്ദര്യമായിരുന്നു ആ കാലത്ത് ദീന്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഒരാളെയും, കാരണം ഈ ആലിമീങ്ങളെ മാംസം ബ്ലഡ് എന്ന് പറഞ്ഞ വിഷാണ്. വിഷം ലുഹൂൽ ഉലമായി മസ്മൂമ, വിഷാണത്. അബൂ ഹനീഫ റളിയല്ലാഹു നെറ്റിയിൽ ഒരു തേള് കടിച്ചു. അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ചൊട്ടിയ തേള് താഴെ വീണപ്പോ ശിഷ്യന്മാരിൽ അതിനെ കൊല്ലാൻ വേണ്ടി നോക്കിയപ്പോ മഹാൻ പറഞ്ഞു, എന്തിനാ കൊല്ലുന്നു? ആലിമീങ്ങൾ മാംസം തൊട്ട വിഷയല്ലേ. അപ്പോഴേക്ക് ആ തേള് ചത്തിട്ടുണ്ടായിരുന്നു. ചത്തുപോകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ കൽബ് ചത്തുപോകും. കൽബ് ചത്തുപോയത് നമുക്ക് മനസ്സിലാവാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ദുനിയാവിനോട് ഹബ്ബ് തലയിൽ കയറിയ ആൾക്ക് കൽബ് ചത്തുപോയത് മനസ്സിലാവില്ല. പക്ഷെ 3 അടയാളം ഉണ്ടാവും. ഒരാളുടെ കൽബ് ചത്തുപോയി എന്നുള്ളതിന് 3 അടയാളം റൂഹിൽ ബയാൻ പറയണത്. ഒന്ന്, അല്ലാ യജിദ ലിത്വഅത്തി സമറ, ഇബാദത്ത് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. തറാവി ഉറക്കം വരിക, അല്ലാതെ ഉറക്കം വരിക, ഒരു ഭയങ്കര അൽഗഫിലൊന്നും പേജിൽ മറിച്ച് നോക്കും. ഇതെന്താണ് തീരാത്തേ? തറാവി എത്ര? 16 പോരല്ല. രണ്ടാമത്തെ അടയാളം കൽബ് ചത്തുപോയതിന്റെ തെറ്റ് ചെയ്യാൻ പേടിയുണ്ടാവില്ല. സാധാ പ്ലസ് 2 പിള്ളേരെ നോക്കിയാലും കുഴപ്പാക്കുന്നുണ്ട്. ഭാര്യന്റെ നിയത്തിലല്ലേ, അത് കുടുംബമല്ലേ, ഏട്ടന്റെ ഭാര്യ നമ്മൾ സ്വന്തം ചോരല്ലേ. നമ്മൾ സ്വന്തം ചോരല്ല താരെങ്കിലും ലോകത്തുണ്ടാവും. ഇതേ പോക്കാണെങ്കിൽ തെറ്റ് ചെയ്യാൻ ഒരു പേടിയുണ്ടാവില്ല. ഒരു പേടി ഉണ്ടാവില്ല. ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന പണിക്കാരന്റെ മുമ്പിലേക്ക് താത്ത ഇറങ്ങി പോവാണ്. മോള് പഠിക്കുന്നത് വുമൻസ് കോളേജ്, ഹിജാബ് കയ്യാറെല്ലാം ഇട്ടിട്ട്. ഭയങ്കര വിരോധാഭാസമാണല്ലോ. മൂന്നാമത്തേത് ആര് മരിച്ചാലും മൂപ്പര് മരിക്കുമെന്ന് തോന്നൂല. മൂപ്പര് വാട്സാപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടോ എല്ലാവർക്കും ദ്വാരക്കാനൊക്കെ. ഇതേപോലെ ഞാൻ മരിക്കുന്നു ഒരു തോന്നലും ഇവർക്ക് ഉണ്ടാവില്ല. ഈ 3 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾക്കുണ്ടെങ്കിൽ മനസ്സിലാക്കാം എടാ കൽബ് ചത്തുപോയിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു ആലിമിനെ തൊട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഈ മുത്താലിങ്ങളുടെ ഒക്കെ കാര്യത്തിൽ ഉസ്താദ്മാര് തർബീയത്ത് നടത്തിക്കോളും. അത് പ്രധാനമാണ്. ഇപ്പൊ അടുത്തൊരു മുദരിസ് ഉസ്താദിനോട് ഒരു ആചാരം വന്നിട്ട് മുത്താലികൾ നിസ്കരിക്കത്തില്ല. അപ്പൊ മുദരിസ് അടിപൊളി മറുപടി കൊടുത്തു, അള്ളാഹ് അത് സുന്നത്തെ ആക്കിയിട്ടുള്ളൂ. അള്ളാഹ് അത് സുന്നത്തെ ആക്കിയിട്ടുള്ളൂ. നാട്ടിലെല്ലാവരും മുത്താലികൾ വിഷയത്തിൽ ഇടപെട്ട പിന്നെ എന്തിനാ മുദരിസ്? ഉസ്താദ് അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തർബിയത്ത് കൊടുക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുദരിസ് ഉസ്താദ് എന്താ പറഞ്ഞത്? അബ്ദുല്ലാന്റെ തഹജ്ജുദ്സ്കരിക്കാറ്. നിഅമർ റജുൽ അബ്ദുൽ, ബുഖാരിയുടെ ഹദീസ്. നിഅമർ റജുൽ അബ്ദുൽ, അബ്ദുല്ല നല്ല മോനാണ്. തഹജ്ജുദും കൂടി പിന്നെ രാത്രി കുറഞ്ഞ സമയം ഉറങ്ങല്ലോ. വേറൊരു അറാബിയായ സ്വഹാബി വന്നിട്ട് പറഞ്ഞു, ഞാൻ ഫർള് നിസ്കരിക്കും, ബാക്കിയൊന്നും നടന്നോളുന്നില്ല. എന്താ തങ്ങളെ എന്നെ കുറിച്ച് സ്വർഗത്തിലാണ് പോകും കണ്ടോ? അതെന്താ 2? അതെന്താ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ അടുത്തൊരു ബിരുദത്തിൽ കോളേജിൽ മുത്തവലേക്ക് പോട്ടതാണ്. ഇവർ ഈ കുട്ടി ഇപ്പൊ ചേർന്നിട്ടേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് നിലപാട് ഉസ്താദ്മാര് എടുത്തോളൂ. അത് നമ്മളിങ്ങനെ കേറി അമർന്നിട്ട് ആ കുട്ടി സുന്നത്ത് പിന്നെ ഇതാക്കുന്നുണ്ടോ ഇതാക്കുന്നുണ്ടോ, അതിന്റെ ദർസിന്റെ സൗന്ദര്യം തന്നെ പോകും. പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, എടുത്ത മുദ്ദരിസ് ഉസ്താദ് എന്നോട് ഈ മാറ്റർ പറയാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഞാൻ പ്രസംഗികളുടെ പേരിൽ പ്രസംഗിക്കുന്നത് പോകുന്നു. എന്നെ പ്രത്യേകിച്ച് ആരും സ്വാധീനിക്കാൻ ശ്രമിക്കാറില്ല, സ്വാധീനിക്കലുമില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇൽമിന്റെ അഹ്ലുകാരെ സമീപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ബഹുമാനം ഉണ്ടാവണം, പേടിയും ഉണ്ടാവണം. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവർക്കും ഇൽമിന്റെ അഹ്ലുകാർക്കും മുത്താലിക്കൾക്കും ലക്ഷക്കണക്കിന് ദിർഹം ചെലവഴിക്കുന്നു. ലക്ഷക്കണക്കിന് ദിർഹം. എന്നിട്ട് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവോട് എന്താ പറയുന്നറിയാം? ഞാനിവിടെ ബിസിനസ്, തിരൂരങ്ങാടി ബിസിനസ് എന്ന് പറയുന്നവരെ ബിസിനസ് നടത്തുന്നതിന് എന്തിനാന്നല്ല, നിങ്ങൾ ദർസും നിങ്ങൾ ഇന്നും സജീവമായിട്ട് പോകാനാണ്. നിങ്ങൾ എന്നാണോ ദർസ് നിർത്തുന്നത് അന്ന് എനിക്കിതൊന്നും ആവശ്യമില്ല. സാറേ എനിക്ക് ജീവിക്കേണ്ട സ്വത്തൊക്കെ കാര്യമായിട്ടുണ്ട്.
ഈ സംരംഭം നടത്തുന്നതിന് എന്തിനാ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളും. പക്ഷെ ഒറ്റൊരു കാര്യമുള്ളൂ, എൻ്റെ ആഹ്റത്തിന്റെ കാര്യം ആഹ്റത്തിലെത്തിയാൽ നോക്കണം. കാണാം. ഞാൻ നേരത്തെ ഉസ്താദിന്റെ അധ്യക്ഷ പ്രഭാഷണത്തിൽ കേട്ടപ്പോഴാണ് ഈ സംഭവം എനിക്ക് തന്നെ ഓർമ്മ വന്നത്. ഈ തിരൂരങ്ങാടിയിലുള്ള ആൾക്കാർ മുത്താലിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, വേണ്ട ഹദിയകൾ കൊടുക്കുന്നു, എങ്ങനെ പറഞ്ഞപ്പോൾ ഉസ്താദ് ഇങ്ങനെ പുകഴ്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ചരിത്രം ഓർമ്മ വന്നത്. അള്ളാഹു മഹാൻ അവരുടെ ബർക്കത്തുകൊണ്ട് നമുക്കൊക്കെ ഇൽമിനോടും അഖിലുകാരോടും റബ്ബ് നൽകട്ടെ. അതാണ് ഇൽമിന്റെ കാരണം അവരുടെ പോലെ അമല് എത്ര കൂലിയാണ് അവർക്ക്, എത്ര കൂലി അള്ളാഹു കൊടുക്കല്. അത് സാധാരണ വിവരമുള്ളവർക്കും അങ്ങനെ തന്നെയല്ലേ. ഉദാഹരണത്തിന് ഇവിടെ ഒരു BEd കോളേജ് ഉണ്ടെന്ന് വിചാരിക്കാം. അവിടെ സീപ്പറായിട്ട് ഒരു പെണ്ണുങ്ങളെ ജോലി ഏറ്റു. എപ്പോ 2013. ഇപ്പൊ എത്ര കൊല്ലേ? 10 കൊല്ലേ. 11ാമത്തെ കൊല്ലത്തിലേക്ക് കാലെടുത്ത് വെച്ചു. യെസ്, അന്ന് ആ പെണ്ണുങ്ങൾക്ക് സാലറി എത്ര? 5000. അടിച്ചു വരില്ലല്ലേ ജോലി, അത്രയും സാലറി ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ വർഷാവർഷം ചെറിയ പെർസെന്റേജ് ഒക്കെ കൂടി 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 സർവീസ് ചാർജ് എടുക്കും. ഇപ്പൊ എത്ര? 10,000. എത്ര? 10,000. 10 കൊല്ലം കൊണ്ട് എത്ര? 10,000. തുടക്കത്തിൽ 5000. സാലറി കുറവാണോ? കുറവാണ്. പിന്നെ അടിച്ചു വരുന്ന അത് പിന്നെ എത്ര വേണ്ടത്? അപ്പൊ പറയും, ചർച്ച ചെയ്യുന്ന ആളുടെ അഭിപ്രായം തന്നെ അത്രക്ക് മതി. 10,000 ഇതിന് കിട്ടല, വലിയ കിട്ടലാന്നല്ലേ അഭിപ്രായം. അതെ. അപ്പോഴാണ് ആ കോളേജിന്റെ ഒരു ആഡ് കാണുന്നത്. ഒരു വേക്കൻസി ഉണ്ട്, ഡിഗ്രി ഇംഗ്ലീഷ് PG BEd കോളേജാണ്. ഡിഗ്രി ക്ലാസ് എടുക്കാൻ പറ്റിയ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരു ആളെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരാൾ വന്നു, ഒരാൾ സെലക്ട് ചെയ്തു. അയാൾ പെർഫോമൻസ് ഓക്കെയാണ്. അയാൾ ഡിഗ്രി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്, PG ഓൾസോ ഹാസ് കംപ്ലീറ്റഡ്, പിന്നെ BEd ഉണ്ട്, സെറ്റ് ഉണ്ട്, നെറ്റ് ഉണ്ട്. അയാൾ വന്നപ്പോൾ തന്നെ സാലറി എത്രയാണെന്ന് പറയും? 60,000. മറ്റേ പെണ്ണുങ്ങൾക്ക് 10 കൊല്ലമായിട്ട് 10,000. ഇയാൾക്ക് ജോലി തുടങ്ങുന്ന 1ാമത്തെ ദിവസം തന്നെ പറയുന്ന സാലറി എത്ര? 60,000. അത് കാരണം വല്ലതീനെ നോളജ് ഈസ് പവർ. BA ഇംഗ്ലീഷും MA ഇംഗ്ലീഷും BPharm BDS ഫാമിലി MLT പഠിച്ചാൽ ഇത്ര പവർ ഉണ്ടെങ്കിൽ ഖുർആൻ ഹദീസും തലച്ചോറിലുള്ള ആളെ പവർ എത്രയായിരുന്നു? ഈ ഖുർആൻ ഹദീസും തലച്ചോറിലുള്ള ആളെ എങ്ങനെ കവറിൽ പുഴുക്കൾ തൂക്കുക? വിമാനത്തിന്റെ എന്തോ ഒരു ഭാഗം കേടായി, ഷിപ്പിന്റെ കേടായി. അപ്പൊ ഒരാൾ വന്നു, ഒരു ഹാമർ എടുത്തിട്ട് ഒറ്റ മുട്ട്. അതിനെത്ര മുമ്പ് സാലറി വാങ്ങിയത്? 2 ലക്ഷം ഒരു മുട്ടിനാണ്. അത് നമ്മ മുട്ടിയാൽ മൊത്തം പൊട്ടാൻ സാധ്യതയില്ല. നമുക്ക് വിവരമില്ല. അയാൾ വിവരത്തിൽ നിന്നാണ് അത് മുട്ടിയത്. ആ വിവരത്തിൽ, അയാളുടെ വിവരത്തിന് ഇത്ര വില ഉണ്ടെങ്കിൽ ഒരാളും ഒരു ഹദീസ്, ഈ ഹദീസ് നിങ്ങളെന്ത് വിചാരിച്ച? ഈ ഹദീസിന്റെ വിചാരം നിങ്ങളെന്താ വിചാരിക്കണത്? ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പദം റസൂലുള്ളാഹിന്റെ ചുണ്ടെന്ന് വന്നതാ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു നാസറുദ്ദീൻ ദിമിഷ്കി തങ്ങൾ എഴുതി വെച്ചല്ലോ. എന്ത്? ഹദീസിന്റെ അഹ്ലുകാര് റസൂലുള്ളാഹിന്റെ ആളാണ്. അവർക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ തന്നെ അള്ളാഹു ഒന്നും അരച്ച് ചെയ്യൂല, അവരെ നേരെ സ്വർഗത്തിൽ പോകും. കാരണം ഒരു വരുമ്പോൾ തന്നെ റസൂലുള്ളാഹിന്റെ ആളെന്നുള്ള അടയാളം ഉണ്ടാവും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൽമിന്റെ അഹ്ലുകാരെ വല്ലാണ്ട് ബഹുമാനിക്കണം. രക്ഷപ്പെടാൻ ഒരു വഴിയാണ്, വേറെ നമുക്ക് എന്താണ്. അപ്പൊ പറഞ്ഞു വന്നത്, നന്മയുടെ പ്രതിഫലം വർദ്ധിക്കുന്നത് ചില വ്യക്തികളെ നോക്കിയിട്ട് അവർക്ക് അവരുടെ 2 റക്അത്ത് ഭയങ്കര 2 റക്അത്തായിരിക്കും. ഉദാഹരണത്തിന് ഇന്നിപ്പോൾ ഇവിടെ ഇശാ നിസ്കാരം നടക്കും. ഒരാളുടെ ഇശാ നിസ്കാരം 4 റക്അത്ത് തന്നെയാണെങ്കിലും ആ ഇശാ നിസ്കാരം തന്നെ വട്ടം കറങ്ങി 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 പോകുന്നില്ല, താഴെ ഇങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടാവില്ല. ആ തൊട്ടപ്പുറത്തുള്ള ആളെ ഇശാ നിസ്കാരം 7-ാം ആകാശത്തിന്റെ അപ്പുറം കടന്നിട്ട് സുഗന്ധത്തോടെ പോകുന്നുണ്ടാവും. വ്യത്യാസമുണ്ടാവും. അത് നിയത്തിനനുസരിച്ചിട്ടല്ലേ മാറും. ഒരു ഇബ്രാഹിം ഹാജി, അയാളുടെ ലാസ്റ്റ് മോളെ കല്യാണം അടിച്ചു പൊളിക്കുമല്ലോ എന്തായാലും. ലാസ്റ്റ് മോളെ കല്യാണം എന്തായാലും അടിച്ചു പൊളിക്കും. കാരണം കബറിൽ പോകുന്നതിന് വേണ്ടി അടിച്ചു പൊളിക്കാൻ ചാൻസ് ഇല്ലല്ലോ. അടിച്ചു പൊളിക്കല്ല, സെൻഡ് ഓഫ് അന്ന് അടിച്ചു പൊളിക്കുന്നത്. ഇനി ഇവിടുത്തെ ഹറാം ചെയ്യാൻ കഴിയില്ലല്ലോ, പരമാവധി ചെയ്യാത്ര ഇതിനർത്ഥമുള്ളൂ. അങ്ങനെ ഇബ്രാഹിം ഹാജി മോളെ കല്യാണത്തിന് അത്യാവശ്യം ക്യാഷ് ചെലവാക്കിയിട്ട് ഏറെക്കുറെ നമ്മുടെ നാട്ടിലുള്ള അടിപൊളി ഫുഡ് കൊടുക്കണം, ഡിലീഷ്യസ് ഫുഡ് ആയിരിക്കണം എന്ന വിചാരത്തിൽ ഉപരി 10 ലക്ഷമാണ് ഫുഡിന് മാത്രം 3 ദിവസത്തെ മഹാസമ്മേളനത്തിന് ചെലവാക്കിയത്. ഏകദേശം വിളിച്ചിട്ടുണ്ട്. അതിന് മുത്താലിങ്ങളെ വിളിച്ചിട്ടില്ല. കാരണം അതിന് കാരണം ചില ആൾക്കാർ അങ്ങനെ വിളിക്കൂല. കാരണം അതിന് കാരണം പറയല് ചെറുതായിട്ടേ ഉള്ളൂ സ്ഥലം, കല്യാണം ചെറുതായിട്ടേ ഉള്ളൂ.
പക്ഷെ അതേ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ സുസ്ഥൈന് കോള് വരുന്ന രാത്രിത്തെ ഫുഡ് കുട്ടികൾക്ക് ബിരിയാണി ആക്കിയാൽ എന്തേ അല്ല ഭാര്യ പറയുന്നത് കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കണം, നമ്മൾ കല്യാണം നടത്താവും. സത്യത്തിന് അതെന്താ വെച്ചാൽ വിളിച്ചാൽ കുറേ ആൾ കല്യാണത്തിന് വരാത്തതുകൊണ്ട് അരച്ചെമ്പ് ബാക്കിയുണ്ട്, ഇതടന്ന് തട്ടണമല്ല. ഇതിനല്ല എത്രയും കൂലി കിട്ടലെന്ന് ഇസ്തഫ്തിലി നഫ്സിക്ക, നിങ്ങളോട് തന്നെ ഫത്വ ചോദിച്ചാൽ മതി, ഉത്തരം കിട്ടും. അതിന് ഫത്താവൽ കുബറി ഫത്താവൽ റബ്ലി ഒന്നും നോക്കണ്ട. അപ്പൊ ഇബ്രാഹിം ഹാജി ഒരു ഉദാഹരണം, കല്യാണം നടത്തി, ഭയങ്കര കല്യാണം. പക്ഷെ ഉപരുടെ മനസ്സിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള നിയത്തോ ഇത്തൊഴാൻ വലിയ പ്രതിഫലാണെന്നുള്ള നിയത്തോ ഒന്നുമില്ല. മൂപ്പർക്കൊരു ഹൈപ്പോക്രസി ആൻഡ് വാനിറ്റി, പൊങ്ങച്ചം. എങ്ങനെയുണ്ടോ ഫുഡ്, എങ്ങനെയുണ്ടോ ആ ഹൈ ലെവൽ വർത്താനുണ്ടല്ലോ. എനിക്ക് ഭയങ്കര വെറുപ്പാണ് അങ്ങനത്തെ ആളുകൾ കാണുമ്പോൾ. ഇവര് ഉസ്താദ്മാരുടെ പേരെന്നെ സംസാരിക്കരുത്. ഇപ്പൊ ഇവിടുന്ന് ഒരു ബിരുദെടുത്ത മോൻ സക്കാഫി ആയാൽ പിന്നെ ആ മോനെ അങ്ങനെ വിളിക്കരുത്. സക്കാഫി ഉസ്താദ് ഏറ്റവും സക്കാഫി എങ്കിലും വിളിക്കണം. കാരണം ആ മോന് കുറേ ആളുടെ മുദരിസായി മാറിയിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചില്ലെങ്കിലും ആ മോനെ ആര്യമായി തൂരി. ചില പ്രവാസികൾ റിട്ടയർഡ് ആയിട്ട് നാട്ടിലൊക്കെ വന്നിട്ട് പറയുന്നില്ല, പേരോട് എന്റെ റൂമിൽ തന്നെയാണ് ഗൾഫിലൊക്കെ വന്നാൽ താമസിക്കും. നമ്മളെ സ്ഥിരം ഒരു സുഖക്കുറവ്. അതബ് എന്ന് പറയുന്ന ഒരു സംഗതി 2 ലക്ഷം സ്ഥാപനത്തിന് കൊടുത്താലൊന്നും ചങ്ങന്മാരെ ഇന്നത്തെ അതബ ജീവിതത്തിൽ വേണ്ടത്. നിങ്ങൾക്കറിയാതെ അതബില്ലെങ്കിൽ എന്ത് ഇസ്ലാം എന്ത് തീരുമാനം. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പന്റെ സഹോദരനാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരാൾ ചോദിച്ചു, നിങ്ങളാണോ വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി പ്രായം കൊണ്ട് ആര് വലുതെന്നാണ് ചോദിക്കുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താ ഉത്തരം പറഞ്ഞത് അറിയാം? വലുത് എന്നുള്ള പ്രയോഗം ഉള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു അതവ് കീപ്പ് ചെയ്ത് നോക്കണേ. വലുത് എന്ന പ്രയോഗം ഉള്ളതുകൊണ്ട് തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, നിങ്ങളാണോ വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? ഉത്തരം കേട്ടോളി, ഹുവ അക്ബറു മിന്നി, റസൂലാണ് എന്നേക്കാൾ വലുത്, വഉലിത്തു ഖബ്ലഹു, ഞാൻ റസൂലുള്ളാഹിനെ മുമ്പ് ജനിച്ചതേ ഉള്ളൂ. അത് നോക്കണ്ട. ഇതാണ് ഇസ്ലാം. ഇതിനപ്പുറം ഇസ്ലാം ഇല്ല. ആ സംഘാടകൻ പ്രഭാഷകനായ ആ സഖാഫി ഹസനി നിങ്ങളെ വെച്ച് പഠിച്ചതാ എന്ന് നമ്മളോട് ചോദിച്ചാല് നമ്മൾ അല്ല എന്റെ വെച്ചതൊന്നുമില്ല, എന്റെ എല്ലാം കുറെ ജൂനിയറാണെന്ന് പറയരുത്. അത് എന്തിനാ കുട്ടിനെ നിന്ദിക്കേണ്ട ആവശ്യം? നിന്റെ കുറെ ജൂനിയർ ആയിക്കോട്ടെ, എന്നാലും അങ്ങനെ പറയല്. നമ്മൾക്ക് ഹസദ് ഉണ്ടാവുമ്പോഴാണ് ഒരാളെ ചെറുതാക്കുന്ന പ്രയോഗം ഉണ്ടാവുക. ഉണ്ടാവരുത്. നല്ല നിഷ്കളങ്കമായി ഈ ചങ്ങായി ഹാജിയാര് കല്യാണം നടത്തിയിട്ട് വരുന്ന ആളുകൾ എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളിയാണ് ഫുഡ്. ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ പോകും. അപ്പൊ ഖത്തീബ് ഉസ്താദ് മുദരിസ് ഉസ്താദ് ളുഹ്റസ്കാരം കണ്ടിട്ട് ഇറങ്ങുമ്പോൾ മദ്രസയിലെ സദർ ഉസ്താദിനെ കൂട്ടി ഇങ്ങനെ പോകുമ്പോൾ ഈ പള്ളിയിൽ ഹൗദ് വൃത്തിയാക്കുന്ന ടോയ്ലറ്റ് വൃത്തിയാക്കുന്ന ഒരു പാവ മനുഷ്യനുണ്ട്. അയാളെ പേര് ഇബ്രാഹിം ഖാൻ തന്നെ. ആജിക്കില്ല, ഇബ്രാഹിം ഖാൻ പാവം. അയാളെ കാലിന് ചെറിയ അസുഖമുണ്ട്, പാവം. അയാളെ 1ാമത്തെ ഭാര്യ മരിച്ചുപോയി, വേറെ പെണ്ണിനെ കെട്ടി, അങ്ങനെ മക്കളൊക്കെ ഉണ്ട്, എന്നാലും ചെറിയ വിഷയങ്ങളൊക്കെ കുടുംബത്തിലുണ്ട്. അങ്ങനെ 2 അറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രായത്തിലും പാവം പള്ളിയിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഖത്തീബ് ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ വരുന്നില്ലേ? അപ്പൊ മൂപ്പര് ആജിക്ക് കല്യാണത്തിന് വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഗീബത്താവോ എന്ന് പേടിച്ചിട്ട് മൂപ്പര് ഒരു സൂക്ഷ്മത കൊണ്ട് പറഞ്ഞു, എന്താ വിശപ്പും നാസ്തിയൊക്കെ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ കാറിൽ കയറി പോകുമ്പോൾ സദർ ഉസ്താദ് പറഞ്ഞു മുദരിസ് ഉസ്താദിനോട്, ഖത്തീബ് ഉസ്താദ് വിളിച്ചിട്ട് വന്നിട്ടില്ല എന്നുള്ളത് ശരിയല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ആജിക്ക് വിളിക്കാൻ വിട്ടുപോയതോ അല്ല വിളിക്കാത്തൊന്നും അറിയില്ല. പാവം നമ്മളെല്ലാവരും, നമുക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന പാവം നമ്മളെ അടിപൊളി ഭക്ഷണം കഴിക്കാൻ ശരിയില്ലല്ലോ. കാറിന്റെ ഡോറ് തുറന്നിട്ട് മുദരിസ് ഉസ്താദ് പറയാം കല്യാണത്തിന് പേര് സാറേ പിന്നെ ഞാൻ വിട്ടുപോയി, നിങ്ങൾ കയറി ഞാൻ വിളിക്കാത്ത കല്യാണത്തിലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച സത്യക്ക് അനുസരിച്ച് കൂടെ പോയ ബുഖാരിയിലെ ഹദീസിന്റെ വക്കീൽ വാരിയിൽ ഹാദിമിനും ഡ്രൈവർക്കൊക്കെ പോകാന്നുണ്ട്. കയറി കയറി ആ കല്യാണത്തിൽ എത്തിയപ്പോഴാണ് ഇബ്രാഹിം നീ വന്നിനോ പോയിട്ട് കഴിച്ചിട്ട് പോയട്ടെ. ആരെയാ നിന്ദിക്കുന്ന നോക്കിയൊരു പാവം മനുഷ്യനും. അള്ളാന്റെ അടുത്ത് വലിയായിരിക്കും ഈ പാവം. ബാക്കി എല്ലാവരും വിളിച്ചിരുത്തി ഇങ്ങനെ പോയി, പാവം ഇങ്ങനെ പോയി കഴിച്ചിട്ട് പോകുമ്പോൾ കയ്യെല്ലാം തുറത്തിട്ട് ആജിക്കൊക്കെ കൈ കൊടുക്കണമെന്നുണ്ട്. അതിൻ്റെ അടുക്ക് ഭക്ഷണം എല്ലാം കഴിഞ്ഞ്
എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കാറ്ററിങ്ങിൻ്റെ ആൾ ചോദിച്ചു ഇനി ആരെങ്കിലും വരാനുണ്ടോ? അപ്പോൾ ആചാര്യൊന്നും എൻ്റെ കൂടെ ബഹ്റൈനിൽ ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന ഒരു ഫാമിലി ഇവിടുന്ന് പിന്നെ ഈ നിലമ്പൂർ ഭാഗത്തുനിന്നാണ് ഇന്നോവ ക്രിസ്റ്റയിൽ വരുന്നുണ്ട്. അയാൾ നടന്നിട്ട് വന്നാലും മെമു ലോക്കൽ ട്രെയിൻ വന്നാൽ ഇപ്പോഴെന്താ, പക്ഷെ അയാളെ കിബർ ഒന്നും കൂടി പുറത്തേക്ക് വരികയാണ്. ഇന്നോവ ക്രിസ്റ്റയിൽ വരുന്നുണ്ട്, മനസ്സിലായോ? അതിൻ്റെ ഒരു ശാഖ എന്താ മനസ്സിലാകുന്നുണ്ടല്ല, പറയുന്ന മനസ്സിലാണ്ട് 2 ലക്ഷം സംഭാവന രക്ഷപ്പെടുന്നു വിചാരിക്കുന്ന കുറേ മഹാന്മാരെ കേട്ടോളി പറയുന്നവരും അങ്ങനെ അവരും വന്ന് അടിപൊളി. അപ്പൊ ഈ കാറ്ററിംഗിന്റെ ടീമിനെ മനസ്സിലായി ആചാര്യ സ്പ്രിങ്ങിന്റെ ആളാണെന്ന് പറഞ്ഞാൽ 6 അടിച്ച മേലേക്ക് പോകും. അപ്പൊ കാറ്ററിംഗിന്റെ ടീം പറഞ്ഞു ഹാജിക്ക് എങ്ങനെയാണ് കറക്റ്റ് ഏമാതിരി നിങ്ങളുടെ 1300 ആളെ വിളിച്ച് അവർ വന്നൊന്നുമില്ല, ഏതാ ഫുഡ്. പിന്നെ ആ ലാസ്റ്റ് ആ ടീം നിങ്ങളെ ഏതൊരു ഫ്ലാറ്റിൽ താമസിച്ചായിരുന്നു, ആ വന്ന ഫുഡ് ഫിനിഷ്, ഫ്രൈ ഫിനിഷ്, സലാഡ് ഫിനിഷ്, ഐസ്ക്രീം ഫിനിഷ്, എല്ലാം ഫിനിഷ്. അപ്പൊ ഉപരി ശരിക്ക് ഒരു നല്ല ഈമാനുള്ള മനുഷ്യനാണ് പറയേണ്ടത്. ഇന്നലെ ഞാനൊരു 10 പോലും ഒറ്റയ്ക്ക് ചൊല്ലി അള്ളാനൊരു ദ്വാരത്തിന് വഷളാക്കല്ല റബ്ബേ, കുറച്ച് വലിയ കല്യാണം അങ്ങനെ പറയേണ്ടത്. പക്ഷെ ഉപരി തിരിച്ചു പറയണത് ഇബ്രാഹിം ചെയ്ത ആദ്യത്തെ കല്യാണം നല്ല 5ാമത്തെ മോളെ കല്യാണം ഒരു നേക്കുണ്ട് നേക്ക്. ഈ 10 ലക്ഷം വെള്ളത്തിലാണ് ശരിക്കും പറഞ്ഞാൽ 1 രൂപ പോലും അവർ സ്വീകരിക്കാൻ തുടങ്ങി. എന്നാൽ ആ പാവ ഇബ്രാഹിം കടയിൽ കയറി തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ ഒരു കടയിൽ കയറിയിട്ട് ഒരു കടല മിഠായി വാങ്ങിന് 10 രൂപന്റെ. മൂപ്പരേടിയോ ഷൊർണൂര് 10 വീട് അവിടെ ഇറങ്ങിയിട്ട് ഈ 10 രൂപന്റെ കടല മിഠായി ഒരു കഷ്ണം ഭാര്യ കൊടുത്ത് പൊടിച്ചിട്ട് ഉമ്മാക്കും കൊടുത്ത് പിന്നെ 2 കുട്ടികൾക്കും കൊടുത്ത് കുറച്ച് പൊടി മൂപ്പരും തിന്ന് പിന്നെ പാക്കറ്റിൽ പൊടിയുണ്ട് അത് തട്ടണോന്ന് വെച്ചു അത് ഉറുമ്പിനായിട്ട് സ്വർഗം കൊടുക്കാന്ന് കരുതിയപ്പോൾ അയാൾക്ക് 10 രൂപക്ക് സ്വർഗവും ആജിക്കാർക്ക് 10 ലക്ഷത്തിന് നരകവും. ഇതിനാണ് എല്ലാ കിതാബും തുടക്കത്തിൽ തന്നെ ഇന്നമല്ലാമാലും എന്നുള്ള ഹദീസ് കൊണ്ടുവന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടും കൂലി വ്യത്യാസമുണ്ട്. എല്ലാവരും ഇഷാന്ന പറഞ്ഞൊക്കെ തന്നെ ഇരുന്ന് നിസ്കരിക്കുക, പക്ഷെ കൂലി വ്യത്യാസമുണ്ട്. അപ്പൊ നോമ്പുകാരന് റമദാനിൽ വർദ്ധിത മൂല്യമായിരിക്കും, അനങ്ങിയ ഡബിൾ കൂലിയായിരിക്കും. എന്തിനാണ് അള്ളാഹു ഈ കൂലികൾ ഡബിൾ 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 ദർജ വർദ്ധിപ്പിക്കുന്നത്? എന്തിനാണ് ആ ചോദ്യം? 10 ലക്ഷം കൂലി, 100 ലക്ഷം കൂലി, കോടി കൂലി, 10,000 കൂലി, 70,000 കൂലി, 70 ഇരട്ടി. ഇതെന്തിനാണ് അള്ളാഹു അങ്ങനെ ആക്കുന്നത്? എന്താ ഇതിന്റെ രഹസ്യം? ഇമാം നൈസാബൂരി, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഇവരൊക്കെ അതിന് കാരണം പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ചാല് ആഖിറത്തിലെത്തിയാല് മനുഷ്യന്മാര് ആദ്യകാലം കുടുങ്ങാൻ സാധ്യതയുണ്ട്. ഗീബത്ത്, നമീമത്ത്, ബാക്കിയുള്ള ആളെ തെറ്റിദ്ധരിച്ചത്, ഫിത്ന പറഞ്ഞത്, ഫസാദിലാക്കിയത്, പിന്നെ പൈസ കടം വാങ്ങിയിട്ട് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ടാവും, വിട്ടുപോയി. അങ്ങനെ എല്ലാം തൗബ ചെയ്താലും പിന്നെയും കുറെ ദൈവത്തും നിയമത്തെല്ലാം അടിയടി ബാക്കിയെല്ലാം ഉണ്ടാവും. അങ്ങനത്തെ ആൾ ആഖിറത്തിലെത്തിയിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ചിലയാൾ വരും, ഇയാളെന്നെ ദൈവത്ത് പറയും. അങ്ങനെ ഇയാളുടെ നോമ്പും ഇയാളുടെ ഹജ്ജും ഇയാളുടെ സക്കാത്തും ലാസ്റ്റ് ഇങ്ങനെ എല്ലാം പോയിട്ട് ലാസ്റ്റ് ഇയാൾ പാപ്പറായിട്ട് നരകത്തിലെത്തുമോ എന്നുള്ള ഒരാശങ്കയുണ്ട്. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്യും പറഞ്ഞാൽ അള്ളാഹു ചെയ്ത ഒരു പരിപാടി, ഒരു നന്മക്ക് 70,000 കൂലിയാ കൊടുക്കുന്നെങ്കിൽ ആ നന്മന്റെ 1ാമത്തെ സാധനം ഉണ്ടാവില്ല, എന്റെ അസലി ആ നോമ്പ്, അത് ആരാണോ ദൈവത്തോട് അയാൾക്ക് കൊടുക്കും. പക്ഷെ 70,000 എന്നുള്ള ഇരട്ടി വേറെ ഷോക്കേസിൽ എടുത്തു ഫുള്ള് ഈ വർദ്ധിത മൂല്യം മൊത്തം എടുത്തു വെച്ചിട്ട് ഇവന്റെ ജീവിതത്തിൽ ചെയ്ത നന്മെല്ലാം ഇങ്ങനെ പാപ്പറായി പോയിട്ടുണ്ടാവും. ലാസ്റ്റ് ഈ പാവം നരകത്തിൽ പോകുന്ന അള്ളാഹു ഇതുണ്ട്. അതുകൊണ്ട് അള്ളാഹു എന്താക്കും, ഈ നന്മകൾ വർദ്ധിത മൂല്യങ്ങളൊക്കെ മൊത്തം ഇവർക്ക് കൊടുത്തിട്ട് പോയിക്കോ. എങ്ങനെയെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്താനാണ് ഈ റമദാൻ അള്ളാഹു തന്നത്. നമ്മളെന്നേരം നോമ്പ് വിഭാഗത്തും ഉറങ്ങേ നോമ്പില്ലാലും വിഭാഗത്തും ആരും ഉറങ്ങേണ്ട സമയത്ത് ഒരു വിഭാഗത്ത് എടുക്കുന്നതാണ് ഹദീസിന് പല മഹാന്മാരും എഴുതി വെക്കുന്നത്. ഇബ്രാഹിമിന് അത് റമദാൻ ആയാൽ രാത്രി ഉറങ്ങില്ല, പകലും ഉറങ്ങില്ല. നമ്മൾ ഈ ശരിക്കും റമദാനായാലും എന്തുകൊണ്ട് ഈ ഉറക്കം വെച്ചാൽ അത്താഴത്തിന് എണീക്കുന്നുണ്ടാവും. അത്താഴത്തിന് ഇപ്പൊ എണീച്ചത് 5 മണിക്കത്തെ വാങ്ങിന് 4:45. അപ്പൊ എത്ര നേരത്തെ എണീച്ചത്? 1/4 മണിക്കൂർ മുമ്പ്. എന്നിട്ട് അതിന്റെ പകരം കിട്ടുന്നതോ സുബീക്ക് 6 മണിക്ക് പുറക്കത്തോ 7 മണി, 8 മണി, 9 മണി, 10 മണി എണീറ്റ്. എടാ എണീക്കണത് റമദാനല്ലേ? നോക്കി 10 മണി മരം വിളി വേണ്ട അടയാളം വെച്ചെടുത്തിട്ട് ഒന്നുകൂടി ഉറങ്ങി 11 മണി, 12 മണി. ഏതിനാ ഈ പകരം കിട്ടുന്നത്? ആ 1/4 മണിക്കൂർ തുറക്കില്ലേ? ഏത് 4:45, 5 മണി.
ഈ സൂക്കടൊക്കെ ഒന്ന് നിർത്തിയിട്ട് റമദാനാണെന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്താനാണ് ഈ ഡബിൾ കൂലി വാരിക്കോരി തരുന്നത്. വൈഹക്കിമാം അത് വളരെ വിശദമായി പറയുന്നുണ്ട്. നമ്മുടെ അത്തറഹീബിന് ഇമാം ഫയ്യൂമി എഴുതിയ വിശദീകരണ ഗ്രന്ഥത്തിലും നല്ല ചർച്ച അത് കാണാം. ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ലാഹ് അവിടുത്തെ അത്തുറുൽ മംദൂദ് ഫിസ്വലാത്തി വസ്സലാമി അലാ സ്വാഹിബി മഖാമിൽ മഹ്മൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബ്. ആ കിതാബിന്റെ ഒരു പ്രത്യേകത സ്വലാത്തിന്റെ മഹത്വം പറയുന്ന കിതാബ്. അതൊരു മെഡിക്കൽ ഷോപ്പാണ് ആ കിതാബ്. എല്ലാം വരുന്നുണ്ടായി. ആ കിതാബ് പരമാവധി നമ്മളൊക്കെ നോക്കുന്നത് നല്ലതാണ്. റമദാന്റെ രണ്ടാമത്തെ മഹത്വം ദുആഉഹു മുസ്തജാബുൻ. നോമ്പുകാരൻ ദുആ എന്ന വേഗം അത് ഉത്തരം കൊടുക്കും. അല്ലെങ്കിൽ തന്നെ അള്ളാഹു ഏത് സമയത്ത് ദുആ എന്നാലും ഉത്തരം കൊടുക്കും. ഫഇന്നി ഖരീബ്, ഇതാ ഞാൻ അടുത്ത് തന്നെ ഉണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ, ഒരോടി പോയില്ല. അള്ളാഹിന്റെ സ്റ്റൈൽ അങ്ങനെയാണ്. അടിമകൾക്ക് പേടിയുള്ളതൊന്നും അല്ല അള്ളാഹു നമ്മളോട് വർത്താനം പറയുമ്പോൾ പറയാം. ഉദാഹരണം പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫാത്തിഹയിലെ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത്. ആയത്തിന്റെ അർത്ഥം ബിസ്മില്ലാഹി, എന്റെ പേരിലാണ് തുടങ്ങുന്നത്. ആരാ പറയണത്? അള്ളാഹ്. അർ റഹ്മാൻ അർ റഹീം, ഞാൻ ആരാന്ന് വെച്ചാൽ അർ റഹ്മാൻ അർ റഹീം. ഏത് ചെറിയ നന്മയും സ്വീകരിക്കുന്നവൻ, ഏത് വലിയ തെറ്റും പൊറുക്കുന്നവൻ. ഇനി എന്താ വേണ്ടി? ഏത് ചെറിയ നമ്മളെ ഒന്നും നന്മ ഒന്നും ഉണ്ടാവില്ല. ആ ചെറിയ നന്മ സ്വീകരിക്കില്ല. ഞാനൊന്നും നന്നാവില്ല. അത്രയും വലിയ തെറ്റ്, ആ വലിയ തെറ്റ് പൊറുക്കുമല്ലോ. പിന്നെന്താ വേണ്ടത്? ഇതാണ് അർ റഹ്മാൻ അർ റഹീമിന്റെ അർത്ഥം. എന്നിട്ടോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന റബ്ബാണല്ലോ. ആ റബ്ബിനാണ് സർവസ്തുതി. ലോകം എന്ന് പറയുമ്പോൾ അന്റാർട്ടിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഏഷ്യ, യൂറോപ്പ്, സാറ്റലൈറ്റ് ലോകം, പിന്നെ മറ്റു രാജ്യങ്ങൾ, ആമസോൺ കാടുകൾ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പസഫിക് സമുദ്രം, അറേബ്യൻ സമുദ്രം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടി വരും. കടലിൽ തന്നെ 60,000 ജീവികൾ, കാട്ടിൽ അതിനേക്കാൾ ജീവികൾ. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്നെ പോലത്തെ സാധു ഒന്നിനെ കൊള്ളാത്ത എന്നെ പോലത്തെ ആളെല്ലാം അള്ളാഹു നോക്കും. അതുകൊണ്ടാണ് അള്ളാഹു നേരത്തെ പറഞ്ഞ മേട്ടറിന് ഒന്നും കൂടി പറഞ്ഞത്. ഹലോ, ലോകം മുഴുവനൊക്കെ എനിക്കുണ്ടാവും, അത് വേറെ വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞാളെന്നെ അർ റഹ്മാനിർ റഹീം, ബിസ്മിയിൽ പറഞ്ഞ അതേ മേട്ടർ ഒന്നുകൂടി എന്തിനാ പറയണത്? അള്ളാഹുടെ മേട്ടർ ലേറ്റല്ല. പിന്നെന്തേ? എൻ്റെ അടിമകൾക്ക് ഞാൻ ലോകരക്ഷിതാവ് എന്ന് പറഞ്ഞപ്പോൾ പേടിയായി പോയാ? ഇല്ലടാ, ഞാൻ റഹ്മാനാണ്. എന്തൊരു സ്നേഹാന്ന് നമ്മളോട് അള്ളാഹ്. ശരിക്കും നമ്മൾ അള്ളാഹിനോട് തെറ്റ് ചെയ്യാതിരിക്കേണ്ടത് അള്ളാഹിനെ പേടിച്ചിട്ടൊന്നുമല്ല, പിന്നെ പ്രേമിച്ചിട്ട്. ഉമ്മാനെ അടിക്കാത്തത് ഉമ്മ തിരിച്ചടിക്കും പേടിച്ചിട്ടാ? അല്ല, ഉമ്മാനെ എങ്ങനെ അടിക്കുക? ഉമ്മാനെ എങ്ങനെ അടിക്കുക? ഉമ്മല്ലേ. ഈ ഉമ്മാനെ നമുക്ക് തന്നതാരാ? അല്ലല്ലേ. അതാണ് ഖുർആൻ പറഞ്ഞത് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ലാ. ശരിക്കും നമ്മൾ അള്ളാഹിനെ കുറിച്ച് പഠിക്കാത്തതുകൊണ്ടാണ്. ആരാണ് അള്ളാഹു? നമ്മുടെ ഉമ്മാന്റെ വയറ്റിലുള്ള കാലം മുതൽ, ഗർഭാശയത്തിലുള്ള കാലം മുതൽ ഇന്ന് രാത്രിത്തെ വരെ ഫുഡ് തന്ന അള്ളാഹു. അതത് കാലത്ത് അതത് യോജിച്ച ഫുഡ് തന്നു. ഉമ്മാന്റെ വയറ്റിലാകുമ്പോ പൊക്കൾ കുടിയിലൂടെ ജനിച്ചപാട് മുലപ്പാല്, കുറച്ച് അങ്ങനെ ബിസ്ക്കറ്റ്, അങ്ങനെ 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 അങ്ങനെ. ഒന്നുമില്ലെങ്കിൽ അള്ളാഹു അല്ലേ നമ്മളെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്ന അള്ളാഹല്ലേ നമ്മളെ അള്ളാഹ്. റസൂലുള്ളാഹിനെ അള്ളയല്ല, റസൂലുള്ളാഹിനേക്കാൾ കരുണ ലോകത്ത് ആർക്കുമില്ല. അള്ളാഹ് നമ്മളെ അള്ളാഹിനോട് എങ്ങനെ തെറ്റ് ചെയ്യുക? ശരിക്കും നന്നാവല്ലേ ഉണ്ട്. അതിനല്ലേ റമദാൻ അള്ളാഹു നമുക്ക് തന്നത്. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണ്ടേ? പറയണം. ദുആഉഹു മുസ്തജാബ്, നോമ്പുകാരന്റെ ദുആഇന് വേഗം ഉത്തരം കിട്ടും. ദുആക്ക് നമ്മൾ കുറെ കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, വിശദമായി പറയാൻ നേരമില്ല. സക്കരിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് ഈ വിഷയത്തിൽ തന്നെ ഒരു കിതാബുണ്ട്. അതിൽ നിന്ന് ചില ആശയങ്ങൾ പറയാം. സർക്കശി ഇമാമിന്റെ കിതാബിന്റെ ശർഹ മുഖ്തസറൊക്കെ പോലുള്ള ഒരു കിതാബാണ്. ദുആ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പിൽ ദുആ എടുക്കണം. ഞാൻ തസ്രീഹുൽ മന്ദിക്ക് മുതൽ സ്വഹീഹുൽ ബുഖാരി വരെ പഠിച്ചത് മഹാനായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദിന്റെ അടുത്താണ്. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അൽ ആലിം, അൽ ആലിം വർത്താനല്ല ഉസ്താദിനെ കുറിച്ച്. അൽ ആലിം ഉസ്താദ് 7 കൊല്ലം ഓതി തന്നപ്പോ ഉസ്താദിന്റെ നാവിന് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട ഹദീസ് ഈ ഹദീസായിരുന്നു. ഉദ്ഉല്ലാഹ
വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പിൽ നിങ്ങൾ ദ്വാരക്കണം. സംശയത്തിനല്ല ദ്വാരക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ സ്വലാത്തിന് ഒരു 313 നേർച്ചാക്കി നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഈ പ്രാവശ്യം ഞാൻ നേർച്ചാക്കി നോക്കുന്നുണ്ട്. ഇതൊന്നും എറുക്കെടുപ്പാ ലോട്ടറി. എടാ, നമുക്ക് അല്ലാഹുവിൽ വിശ്വാസം ഇല്ലെങ്കിൽ വലിയ പ്രശ്നമല്ലേ? നീ എന്താ ഇൻഷുറൻസ് എടുക്കുന്നത്? ആമലാണ് വണ്ടിയായിട്ട് വല്ല ആക്സിഡന്റ് ആവില്ല എന്ന് കരുതണം. ചൊല്ലല്ലേ ഉണ്ട്. ഇറങ്ങുമ്പോ വീട്ടിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല ചൊല്ലല്ലേ. പിന്നെ നീ പേടിക്കുന്നു. പക്ഷെ ആക്സിഡന്റ് ഒന്നും ആവില്ല. പിന്നെ നീ അഥവാ ആയാലോ. നമുക്ക് ഈമാനില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ അല്ലെ? ആചാര്യ മോളെ കല്യാണം എപ്പോഴാണ് വരുന്ന? 18. ക്യാഷൊക്കെ ഒത്തോ? ആ ഒരു 4 ലക്ഷത്തിന്റെ കുറിയുണ്ട്. 1-ാം തീയതി കിട്ടുമത്. പിന്നെ ഒരു 2 ലക്ഷം ഒരാൾ വായ്പ വാങ്ങിയിട്ട് അയാൾ തരും. പിന്നെ ഒരു 2 ലക്ഷം ഞാൻ വായ്പ ചോദിച്ചിട്ടുണ്ട്, അത് തരും. പിന്നെ ഉസ്താദ് ആവുന്നുണ്ടല്ലോ. എത്രാമത്തെ? 4ാമത്തെ. ഇയാളെ കാരണമാണ് സ്റ്റിക്കർ ഒട്ടിക്കൽ തവക്കൽതു അലല്ലാഹ്. ഉള്ളിൽ മ്യൂസിക് പാട്ടുണ്ടോ? അടിപൊളി അല്ലേ? അടിപൊളിയല്ലേ? അള്ളാഹുവിലുള്ള വിശ്വാസം അത് ഏറ്റവും കൂടുതൽ വേണ്ടത് ദുആ ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിൽ അത്ര ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹ് എന്തായാലും ഉത്തരം തരും. അതാ വേണ്ടത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തൊരു ടീം വന്നിട്ട് പറഞ്ഞു മഴക്ക് വേണ്ടി ദ്വാരക്കണം. മഴയോ? അതെ, മഴക്ക് വേണ്ടി ദ്വാരക്കണം. ഞാൻ ദ്വാരന്ന ഉത്തരം കിട്ടോ? ഉത്തരം കിട്ടും. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. നിങ്ങള് ഞാൻ ദ്വാരന്നുണ്ടെങ്കിൽ മഴ പെയ്യുമെന്ന് വിചാരിക്കുന്നു. അതെ, അതുകൊണ്ടല്ലോ സ്ഥലത്ത് വന്നത്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ മഴ കൊള്ളാതിരിക്കാനുള്ള കുട എടുത്തിട്ടല്ലേ വരും. ഒറ്റൊന്നിൻ്റെ കുടയിലെന്നെ കുട്ടോളൂ. നല്ല രസമുണ്ടല്ലേ ചിരിക്കാൻ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈമാനിൻ്റെ ഒരു പ്രകാശം ഉണ്ടെങ്കിൽ അല്ലാഹുമ്മ വിളിക്കുമ്പോൾ തന്നെ എന്ത് രസമുണ്ടാവും. അല്ലാഹുമ്മ എന്താണ് ആ വിളിൻ്റെ അർത്ഥം? യാ അല്ലാഹ് എന്നല്ലേ ശരിക്കും അല്ലാഹുമ്മ? അല്ലാഹുവേ, എങ്ങനെയാണല്ലോ വിളി കേൾക്കാണ്ടൊക്കെ? അല്ലാഹുക്ക് അടിമകൾ നന്നാകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ 100 ആളെ കൊന്നാളോട് തൗബ ചെയ്തിട്ട് സ്വീകരിച്ചതല്ലല്ലോ. ഒക്കെ 100 ആയിയുടെ മതിയുടെ ഇനി നന്നായിക്കൂടെ എന്ന് ആരാ തോന്നിപ്പിച്ചു കൊടുത്ത? അള്ളന്നെ അല്ലേ? അല്ലേ? അതെ, ആ അള്ളാഹിനോടാണ് നമ്മൾ ദ്വാരക്കണത് എന്നുള്ള ഉറപ്പുണ്ടാണ് നമുക്ക്. 2, ദ്വാരക്കുമ്പോ ഉത്തരം കിട്ടാത്തതിൽ ധൃതി കാണിക്കരുത്. അങ്ങനെ പറഞ്ഞാല് എത്ര കാലം കിട്ടിയിട്ടില്ല. ഇതെന്താ കടം കൊടുത്തതാ? 1-ാം തീയതി തിരിച്ചേണ്ടെന്ന്. അതിന് സക്കറിയ പറയുന്നുണ്ട്, എടോ നിനക്ക് എന്തായാലും ഉത്തരത്തിൽ അള്ളാഹ് നിർബന്ധമൊന്നുമില്ല, ഔദാര്യല്ലേ? ആ ബോധം കിട്ടാണ്ടേ? ദുആ ചെയ്താൽ അതിന്റെ ഉത്തരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ദുആ ഒരു ഇബാദത്താണെന്നുള്ളത് പലർക്കും അറിയില്ല. ഒരാള് PSCക്ക് കിട്ടണേ എന്നിട്ട് 5 കൊല്ലം ദുആയിരുന്നു, 5 കൊല്ലം എക്സാം കൂടി, 5 കൊല്ലം തോറ്റു. അതുകൊണ്ട് ആഖിറത്തിൽ അയാൾ ദുആരത്തിന് കൂലിയൊക്കെ കിട്ടും. PSCക്ക് ജയിച്ചാൽ ആ ദുആ സ്വീകരിച്ചു നടത്തും. ആരാ പറഞ്ഞത്? അദ്ദുആഉ ഹുവൽ ഇബാദ. ഒരാൾ ഒരുപാട് കാലം ദുആയിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് സ്വപ്നത്തിൽ കാണിച്ചു തരണേ, അയാൾക്ക് കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? ആ ദുആയിന് നമ്മൾ കൂലി കൊടുക്കൂലേ? റസൂലുള്ളാഹിനെ കണ്ടില്ല എന്നുകൊണ്ട് ആ ദുആ സ്വീകരിക്കില്ല എന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണ് പലരും വിചാരിച്ചു പോയത്. ദുആയിന് ഉത്തരം 3 മോഡലുണ്ടാവും. ഒന്നുകിൽ ചോദിച്ചാൽ കൊടുക്കും, റബീഉൽ അവ്വലിൽ വീട് കൂടണമെന്ന് ആഗ്രഹമുണ്ട്, നീ ഒന്ന് കൊടുത്തേ ഉണ്ടോ? റബീഉൽ അവ്വലിന്റെ കുറിച്ച് അതിനെന്താ കൊടുക്കും? ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല. ചോദിച്ചത് വീട് കൂട്ടണമെന്നായിരിക്കും, ഉത്തരം വേറെ ആയിരിക്കും കൊടുക്കല്. ആ കൊടുക്കുന്നതായിരിക്കും ഖൈറെന്ന് അല്ലാഹ് അറിയാം, ഇവർക്ക് അത് അറിയില്ല. ഉദാഹരണത്തിന് റബീഉൽ അവ്വലിൽ വീട് കൂടണമെന്ന് കുറേ ദുആയിരുന്നു. ലാസ്റ്റ് റബീഉൽ അവ്വലിന് ഉസ്താദ് ചോദിച്ചാൽ എപ്പോഴാണ് ഡേറ്റ്? വീട് പൂർത്തിയായിട്ടൊന്നും എന്തായാലും നടക്കൂല, 2-3 വർക്കും കൂടി ഉണ്ട്, പിന്നെ 1 പണിക്കാറും വരിക. അത്രക്ക് ആഗ്രഹിച്ചു റബീഉൽ അവ്വലിൽ വീട് കൂട്ടണമെന്ന് വെച്ച് എന്താ എനിക്കോ ഭയങ്കര ടെൻഷൻ ചെയ്യായിരുന്നു. അമ്മ ഭയങ്കര ടെൻഷൻ. എനിക്ക് അതിനേക്കാൾ ഹൈറ്
അള്ള കൊടുക്കുന്നുണ്ടാവും. എന്താ കൊടുക്കുക? റബീഉൽ ആഖിർ 8 ഇയാള് ചമ്മാടൂടെ പോകുമ്പോൾ ആക്സിഡന്റിൽ മരിക്കാന്നുള്ള നേരത്തെ ഒരു കണക്കുണ്ടാവും. ഇയാൾ റബീഉൽ അവ്വൽ വീട് തരണേ എന്നുള്ള ദുആയിൽ അള്ള കൊടുത്തത് ഈ ആക്സിഡന്റ് ക്യാൻസൽ ആക്കലായിരിക്കും. അള്ളാഹ്ക്ക് അറിയാല വീട് കൂടിയിട്ട് പിറ്റേത്തെ മാസം യൊപ്പിയില്ലെങ്കിൽ ആ കുടുംബം കണ്ണീരിലായിരിക്കും. അത് ഹൈറ് നീ ചെന്നൈക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഈ ചെന്നൈ പറയണത്, ഞാൻ ഒരു പെണ്ണിനെ കണ്ടുവെച്ച ഉസ്താദേ അതെന്നെ ഹൈറാവത് വരക്കണേ. മനസ്സിലായില്ലേ? അതെന്നെ എങ്ങനെയൊക്കെ ഹൈറാക്കുന്ന ദിക്റുണ്ടോന്ന് പ്രത്യേകം ചോദിക്കണം. അതെന്നെ ഹൈറാക്കുന്നത് ഇപ്പോൾ ഭയങ്കര ഉഡായിപ്പോ ടീമാണ്. നിനക്ക് ആ പെണ്ണ് പറ്റൂല, അല്ലെങ്കിൽ നിനക്ക് ആ ചെക്കൻ പറ്റൂല എന്ന് ഉപദേശം പറയും. ഒപ്പിയും പറഞ്ഞതിൻ്റെ അപ്പുറം ഫാത്തിമ ഇതുവരെ ജീവിച്ചു കുപ്പാക്കുമാക്ക് വേണ്ടിയിട്ടാണ്. ഉറപ്പന്നെ ഉപ്പ ഉമ്മ എന്താ പറയണത് അതിൻ്റെ അപ്പുറമല്ല ഉമ്മ. ഞാനൊരു കല്യാണം കഴിക്കുന്ന എനിക്ക് ഉപ്പയും സമ്മതിച്ചതാണ് കല്യാണം കഴിക്കുക. ഉപ്പാൻ്റെ മന സമ്മതത്തിലാണ് ഞാൻ കല്യാണം കഴിക്കൂല. എന്നിട്ട് ലാസ്റ്റ് അതിന് നെത്തീജ സുസുഖത്തിലേക്ക് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് മൂജബുല്ലി സാരിബുല്ലിന് ലാസ്റ്റ് നെത്തീജ വരുമല്ലോ. നെത്തീജ ഈ ഫാത്തിമ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഓനെ മാത്രമേ കഴിക്കുള്ളൂ, ഇല്ലെങ്കിൽ കഴിക്കൂല. ഒപ്പിയും എന്താ ചെയ്യും? അങ്ങനെയാണ് സമ്മതിക്കുന്നത്. സമ്മതിച്ചു. പിന്നെ ആരെങ്കിലും ചോദിക്കുമ്പോൾ ലവ് അഫെയർ ആണല്ലേ, കല്യാണം ലവ് മാരേജ് ആണല്ലേ, അല്ല ഒപ്പിയും സമ്മതിച്ചത്. അത് മറ്റേ സമ്മതം. ആ കുട്ടി കുത്തിയിട്ട് അതിനത്രേ ഉണ്ടാവും. ഏറ്റവും ഈ ലവ് മാരേജിലുള്ള കല്യാണം കഴിച്ച് കുട്ടിയായി. ആ കുട്ടി ഒരു ദിവസം സ്കൂളിൽ നിന്ന് നേരം വൈകിട്ട് വന്നപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അബ്ദുള്ള എന്ന കുട്ടിയാണ് നേരം വൈകി വന്നെങ്കിൽ എന്താണ് നേരം വൈകിയത്? എന്ത് ഈവനിങ് ക്ലാസ്? 6ാം ക്ലാസ്സിനോ? നമ്മൾ കുറെ SLC +2 കഴിഞ്ഞതാട്ടാ. കയറിയാണ് ഉമ്മ ചൂടായി, ഉപ്പ ചൂടായി. കയറും ഇതെന്താ കയറാത്തത്? കയറണോ ഇങ്ങനെ തിരിഞ്ഞോ? അതെന്താ ഞാനും തിരിഞ്ഞോളി. അവൻ നോക്കുമ്പോൾ മാവിൻ ചോട്ടിൽ ഗേറ്റിൻ്റെ അടുത്തിൽ ഒരു സ്കാർഫെല്ലാം ഇട്ടിട്ട് പെൺകുട്ടി. അതായത് ഷീസ് മൈ ഗേൾ ഫ്രണ്ട്. കോളിഫ്ലവർ അല്ല, ഗേൾ ഫ്രണ്ട്. അപ്പൊ എന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ഹെർ പാരൻസ് ഇൻ അബ്രോഡ് ഓൾ ഒപ്പിയും ഗൾഫിലെ ഇതെന്ത് എക്സാം ഈസ് വെരി നിയർ, വി ഹാവ് ടു സ്റ്റഡി ടുഗദർ. നമുക്ക് ഒന്നിച്ച് പഠിക്കണം. അപ്പൊ നമ്മൾ ചൂടാകുമ്പോൾ ഉമ്മ ഓവറാക്കണ്ട, ഉപ്പാനെ കല്യാണം കഴിച്ചത് പ്രേമിച്ചിട്ടാണെന്ന് എനിക്കറിയാവുന്നു. ഗെയിം ഈസ് ഓവർ. ഇനി മേലെ നിങ്ങളെ നാളുകൊണ്ട് നാട്ടാരോട് വായത് പറയാൻ പറ്റില്ല എന്നല്ല, മക്കളോടൊക്കെ ഉപദേശിക്കാൻ പറ്റില്ല. മക്കളോടൊക്കെ പറയാം. അപ്പൊ പറഞ്ഞു വന്നത് ഈ പൊട്ടത്തരത്തിലൊന്നും നിൽക്കാതെ അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്ന് നന്നാവാനുള്ള ഏറ്റവും നല്ല അവസരമാണ് റമളാൻ എന്ന പ്രോഗ്രാം. ദ്വാരക്കും നമ്മൾ വിചാരിക്കണം എപ്പോഴും ഈ ദ്വാ വലിയ ഇബാദത്താണ്. അങ്ങനെയല്ലേ? ഏറ്റവും കൂടുതൽ ദ്വാരക്കേണ്ട 2 സന്ദർഭമുണ്ട് റമളാനിൽ. ഒന്ന് അത്താഴ സമയമാണ്, 2 നോമ്പ് തുറക്കുന്ന നേരത്ത്. ആ 2 സമയത്തും പ്രത്യേകമായ ഒരു സ്പെഷ്യൽ ഓഫറുള്ള സമയം കൂടിയാണ്. അത്താഴ സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തും പ്രത്യേകമായിട്ട് വരക്കണം. അള്ളാഹു ഇതിനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഒരു അടിമനെ ഇഷ്ടപ്പെട്ടാൽ ആ അടിമക്ക് അള്ളാഹ് കൊടുക്കുന്ന ഒരു സാധനമാണ് കുറേ ദ്വാരക്കുക. മനുഷ്യന്മാർക്ക് ഇപ്പം പ്രാർത്ഥന സമയങ്ങളൊക്കെ ഇപ്പം കൂടുതലായിട്ടുണ്ട്, അതൊക്കെ നല്ല തന്നെ. ബട്ട് ഒറ്റക്കുള്ള ദ്വായില്ല. ഇപ്പോൾ പണ്ടൊക്കെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ പോകുന്ന സമയത്ത് 2-3 പ്രായമുള്ള ആൾക്കാർ 2 ചെറുപ്പക്കാർ പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ ഒറ്റക്ക് ദ്വാരക്കുന്നതാണ്. അതിപ്പോൾ ഇല്ല. ദുആ വളരെ കുറവാണ്. പക്ഷെ ലൈലത്തുൽ ഖദറിൽ എന്താക്കേണ്ടത്? ദ്വാരക്കണം. ബറാത്തിലോ ദ്വാരക്കണം. ദ്വാരത്തിട്ട് പള്ളിയുടെ പുറത്തേക്ക് വന്നപ്പോൾ നീ ദ്വാരത്തേനും ആ ദ്വാരത്തേനും അത് 5 മിനിറ്റിനാണ് ദ്വാരം. ബാക്കി എന്താ ദ്വാരക്കണ്ട? ഒന്നും കിട്ടാനില്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒന്നും ദ്വാരക്കാനില്ല. നമുക്ക് ദ്വാര തീരില്ല. പ്രശ്നം ഒരാളെ ഇബ്ലീസ് പറ്റിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അയാൾ കൊണ്ടുവരുന്ന ഒരു രോഗം ദ്വാ തീർത്തും ഡിലീറ്റ് ആക്കും. അതുകൊണ്ടാണ് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്ന ഒരു ടീമുണ്ടല്ലോ. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. ഈ അള്ളാഹിനെ വെച്ചിട്ട് കളിക്കുന്ന ടീമെല്ലാം ലോകത്ത് ഉണ്ടായ ഒരു പശ്ചാത്തലം നോക്കിയാൽ മതി. പണ്ട് അലി റളിയല്ലാഹുവിനെതിരെ എത്തിയിരുന്ന ഖവാരിജത്ത് പറഞ്ഞത് വിധി അള്ളാഹുവിന് മാത്രം, വിധി അള്ളാഹുവിന് മാത്രം, ഇതിൽ ഹുക്മു ഇല്ലാ. അതെ, സുജൂദിൽ
ചെയ്യാൻ ആദ്യം നബിക്ക് സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനോട് പറഞ്ഞപ്പോൾ ഇബ്ലീസ് സുജൂദ് അല്ലാഹുവിന് മാത്രം. അപ്പോഴാണ് ചില സലഫികളുടെ നോട്ടീസ് പ്രാർത്ഥന അല്ലാഹുവിന് മാത്രം. ആ ടീം ഖത്തീബ് അല്ലാഹുമ്മാന്ന് വിളിക്കുമ്പോൾ എന്നെ എണീറ്റ് പോയിട്ടുണ്ട്. പിന്നെ ആരോട് ഇവർക്ക് ഇവരുടെ ഭർത്താവിന്റെ ലോക കോമഡി. ഈ ഭാഗത്ത് കണ്ട ഏറ്റവും കൂടുതൽ നല്ല ഭയങ്കര താടി ഉണ്ടായാലും സലഫികൾക്ക് തന്നെ ഉണ്ടായാലും അത് കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരാകരുത്. അലി റളിയല്ലാഹുവിനെ കൊന്ന ആളുണ്ടല്ലോ, അലി റളിയല്ലാഹുവിനെ സുബീക്ക് കുത്തി കൊന്നാണ്. അയാളെ സ്വഹാബത്ത് പിടിച്ചാൽ അയാൾ എന്താ പറഞ്ഞത്? എന്റെ കൈ മുറിച്ചു പോയി, എന്റെ കാല് മുറിച്ചു പോയി, എന്റെ നാവ് മുറിക്കരുത്. എന്റെ എനിക്ക് അല്ലാഹുവിനെ ദിക്റല്ലണോ? ആയിരിക്കും അലി റളിയല്ലാഹുവിനെ കൊന്നാക്കും. അപ്പൊ ഇനി തബലീഗിനെ കണ്ടിട്ടൊന്നും വീഴണ്ടാണ് മലയാളം. വീഴരുത്, വീഴരുത്. ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ദുആ ചെയ്യാനുള്ള വാതിൽ അല്ലാഹു തുറന്നു കൊടുക്കും. എപ്പോഴും അവര് പള്ളിന്റെ മുലക്ക് ഇരുന്ന് ഇങ്ങനെ ദുആക്കുണ്ടാവും. ദുആ വളരെ പ്രധാനം. ഇൻ അലിംതു ലൈലത്തുൽ ഖദ്രി ഫമാ അഖൂലു ഫീഹാ. എന്താ നബിയെ ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ ഞാൻ ചെയ്യേണ്ടത്? കൂലി അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ദുആണത്, ദുആണത്. റമദാനിൽ കൂടുതൽ ചെയ്യേണ്ടത് നമുക്ക് ദുആ ആയിരിക്കണം. ഓരോ സമയത്തും ദുആക്കുക, നല്ലോണം ദുആക്കുക. അല്ലാഹു തരും. അല്ലാഹുക്ക് അടിമകൾ ദുആക്കുന്നതിനേക്കാൾ ഭയങ്കര ഇഷ്ടമാണ്. റമദാനിലെ മൂന്നാമത്തെ പവറാണ് ഷഹ്റു തൗബ. തൗബന്റെ മാസമാണ് റമദാൻ. ശരിക്കും എല്ലാ കാലത്തും അല്ലാഹു തൗബ സ്വീകരിക്കും. സ്വീകരിക്കാത്ത ഒരു കാലമൊന്നും ഇല്ലല്ലോ. അത് റൂഹ് തൊണ്ടക്കുഴിയിലെത്തണം, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണം. അല്ലാത്ത കാലത്തൊക്കെ അല്ലാഹു ദുആ സ്വീകരിക്കും, സ്വീകരിക്കും. ഏത് കാലത്തും ദുആ സ്വീകരിക്കും. നമ്മുടെ സംസാരത്തിൽ ആരെക്കുറിച്ചും അയാൾ നന്നാവില്ല എന്ന് പറയരുത്. അങ്ങനെ പറയാനേ പാടില്ല. ആരെയും അങ്ങനെ ഇകഴ്ത്തി സംസാരിക്കരുത്. ആരെക്കുറിച്ചും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. ഒരാൾ സദസ്സിൽ ഒരു വയത് വെക്കുമ്പോഴോ ഉസ്താദ് ദുആ ചെയ്യുമ്പോഴോ അയാൾ കരയുന്നു. ആ കരയുന്ന ആളെ നോക്കിയിട്ട് ഇയാള് ആളെ കാണിക്കാൻ വേണ്ടി കരയുന്നതാണെന്ന് തോന്നിയാൾക്ക് അള്ളാഹുവിനെ ഓർത്ത് കരയാനുള്ള ഒരു കൊല്ലത്തെ ചാൻസ് അത് ബ്ലോക്ക് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ആരെക്കുറിച്ചും അങ്ങനെ തോന്നരുത്. ആരെക്കുറിച്ചും ഈ ശരിക്കും പറഞ്ഞാൽ വേറൊരാളെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ എന്ന രോഗം ഒരാൾക്ക് വന്നാൽ അയാൾ ആഹ്റത്തിൽ പൊട്ടുന്നു. അയാൾ ആഹ്റത്തിൽ പൊട്ടുന്നുള്ള കാര്യം ഷുവറാണ്. അങ്ങനെ ചില ആൾക്കാർക്ക് ഉണ്ടാവും. ആരെ കണ്ടാലും അയാള് പൈസന്റെ ആളാണ്, ഇയാള് ഉസ്താദിന്റെ ഒരു ആളാവുന്ന ആളാണ്, ഇയാള് സ്റ്റേജ് മുന്നിൽ സീറ്റ് കിട്ടണം എന്ന് വിചാരിക്കുന്ന ആളാണ്, ഇയാള് നോട്ടീസിൽ പേര് തരണം എന്ന് വിചാരിക്കുന്ന ആളാണ്, ഇയാള് മറ്റേ ആളാണ്. പിന്നെ എനിക്ക് എല്ലാരെ കുറിച്ച് പറയും, ഇനി മൂപ്പരും കൂടി അതിനെ ബാക്കിയുള്ളൂ. മൂപ്പര് സ്വന്തത്തിനെ കുറിച്ച് പറയും, എനിക്ക് പിന്നെ ഒരാളാ ഒരു നോട്ടം കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ ജില്ലാനി തമ്മിൽ ഏട്ടം മതിയാക്കണം. അതിലെല്ലാം ഭയങ്കര അപകടം, ഭയങ്കര അപകടം. ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ സൂക്ഷ്മം അതിലുണ്ടാവും. ഒന്നിനും ഉണ്ടാവരുത്. ഒരാളെ കുറിച്ചൊന്നും വിചാരിക്കും. അങ്ങനെ നവവി ഇമാമിന്റെ തൊപ്പി ഒരാൾ കട്ടുകൊണ്ടുപോയി. ഇമാം ബേക്കിലോടി, അയാൾ സ്പീഡ് കൂട്ടി, ഒന്നുകൂടി സ്പീഡിൽ ഇമാം പറഞ്ഞു, അത് ആ തൊപ്പി എന്റേതാണ്, നിങ്ങളത് എടുത്തോളി. ഞാൻ ബേക്കിലോടുന്നത് വെച്ചാൽ അത് പൊരുത്തപ്പെട്ടില്ലെന്ന് നിങ്ങളെ അറിയിക്കാനാണ്. ആഹ്റത്തിൽ നിങ്ങൾക്ക് അത് എന്നെ കൊണ്ട് കുറ്റം കിട്ടണ്ട. ഓക്കെ, എന്നിട്ട് പോകുന്നുണ്ട്. മുമ്പ് സ്റ്റേജ് മേലുണ്ട്, എന്നാൽ ഞാനില്ല എന്നാണല്ലോ പുതിയ കാലം. അല്ലെങ്കിൽ ശരിക്കും ഈ നോട്ടീസിൽ പേര് വന്നിട്ട് എന്തൊക്കെ ഒരു രാജിക്കാരന്റെ പേര് നോട്ടീസിൽ വന്നു. ഇപ്പൊ എന്താ കാര്യം? മഴക്കാലത്താണ് ആ നോട്ടീസ് പുറത്ത് പോസ്റ്റർ ഒട്ടിച്ചെങ്കിൽ മഴ പെയ്തിട്ട് ഉതിർന്നു പോകും. വേനൽക്കാലത്താണ് ഒരു പശു വന്നിട്ട് ആജി കാമറ്റ് അടിച്ചു തിന്നിട്ട് പോകും. ഇന്നത്തെ കാര്യം കൊണ്ട് എന്താ കാര്യം? നോട്ടീസിൽ പേര് വരാത്തോണ്ടെങ്കിൽ പിറ്റത്തെ കൊല്ലം സംഭാവന കൊടുക്കാത്ത ആളുകളുണ്ട്. എന്ത് ഇവരൊക്കെ ഇത്ര കാലം ജീവിച്ചിട്ട് ഇസ്ലാം നേടിയെടുത്തത്? സിദ്ദീഖിനോട് ഒരാള് പറഞ്ഞു, അബൂബക്കറിന്റെ സ്വത്ത് എനിക്ക് ഉപകാരപ്പെട്ട അത്ര ലോകത്ത് ഒരാളുടെ സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ല. അബൂബക്കർ ഒറ്റക്ക് അരിച്ചില്ല. എന്തിനാ അബൂബക്കർ കരയണത്? മുത്തനബിയെ, അബൂബക്കറിന് അങ്ങനെ പ്രത്യേകം സ്വത്തില്ലല്ലോ. അബൂബക്കറിന്റെ സ്വത്തൊക്കെ തങ്ങൾക്കുള്ളതല്ലേ. അബൂബക്കർ എന്ന് പറയണ്ടായിരുന്നു, അബൂബക്കറിന്റെ എന്നുള്ളത് വേണ്ടായിരുന്നു എന്നുള്ള ആൾക്കാർ കേടാ. പുതിയ കാലത്ത് ആജിക്ക പിറ്റത്തെ കൊല്ലത്തെ സാഹിത്യോത്സവനോ അല്ലെങ്കിൽ നിബന്ധനത്തിനോ സംഭാവന തരാത്ത അന്ന് പേര് പറയാത്തോണ്ട് സിദ്ദീഖിന് കാര്യങ്ങൾ പേര് പറഞ്ഞോണ്ട് എന്താ ബന്ധം? ചോക്ലേറ്റിന്റെ പേരല്ല കേട്ടോ അത്.
തലാദ് എന്ന് പറഞ്ഞാൽ വേറെ ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് പഠിച്ചാൽ മതി. ഞമ്മ സിദ്ധിക്കുന്ന എന്താ ബന്ധം? നമുക്ക് ഈ നോട്ടീസിൽ പേരിട്ടിട്ട് എന്താ കാര്യം? അത് നമുക്ക് ചിന്ത ഉണ്ടാണ്. തിരിച്ചാണ് ഇനി ഇപ്പൊ പറയാൻ പോകുന്നത്. വേറെ ആരെ കുറിച്ച് അങ്ങനെ ചിന്തിക്കരുത്. അയാളുടെ ഫോട്ടോ അല്ല, അയാളെ മാറ്റിയാണ്. അങ്ങനെ ഈ ചിന്ത വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹലാലല്ലാത്ത ഫുഡ് വയറ്റിലെത്തിയാൽ എല്ലാരെ കുറിച്ച് ഈ രണ്ടെണ്ണത്തിൽ നീ വിജയിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പൊറുക്കലിനാണെങ്കിൽ നിനക്ക് ജയിക്കാം. അള്ളാഹുവിന്റെ പൊറുക്കലാണ് ആളോ വലുത് എങ്കിൽ നിനക്ക് ജയിക്കാം. അല്ല തിരിച്ചാണെങ്കിൽ ഞാനല്ല അത്രയും ചെയ്തു ഉസ്താദേ, ഞാനൊന്നും ഒരിക്കലും ഇല്ല ഉസ്താദ് എന്ത് പറഞ്ഞു എന്റെ തെറ്റ് ഉസ്താദ് എന്നെ കൊന്നു കുഴിച്ചു കൂടാ അമ്മാതിരി തെറ്റ് ഞാൻ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ഇവന്റെ വിചാരം അള്ളാന്റെ പൊറുക്കൽ ചെറുതും എന്റെ തെറ്റ് വലുതും എന്നാണെങ്കിൽ പരാജയപ്പെടും. അങ്ങനെ നമ്മളെ സംസാരത്തിൽ വരരുത്, നമ്മൾ ഒരാളോട് പെരുമാറുമ്പോഴും വരരുത്, ഒരാൾക്കും അങ്ങനെ തോന്നരുത്. എല്ലാവർക്കും നന്നാവാനുള്ള വാതിലുകൾ തുറന്നു കൊടുക്കണം. വ്യഭിചരിച്ചു പോയി നബിയെ, നിബിധങ്ങൾ പറഞ്ഞു ആവുന്നുണ്ടാവില്ല, വെറുതെ വ്യഭിചരിച്ചു പോയി അല്ലെ ഞാൻ വ്യഭിചരിച്ചത് എന്നെ എന്റെ കൊല്ലണം ആവുന്നുണ്ടാവില്ല, കുടിച്ചിട്ടായിട്ട് പറയുന്നത് നോക്കി ബോധമില്ലാണ്ട് ആവുന്നല്ല എന്നെ എറിഞ്ഞു കൊല്ലണം എന്നാ ഒരു പെണ്ണിന് ചുമ്പി ചോദിച്ചിട്ടോ വെറുതെ പറഞ്ഞു. റസൂലൊക്കെ അറിയില്ല ഒരു വ്യഭിചരിച്ചു പോയത് അറിയാം. പക്ഷെ ഒരാളോട് അങ്ങനെയൊന്നല്ല പെരുമാറുന്നത്. ഇതെല്ലാം നമ്മൾ പഠിക്കണം. മനുഷ്യന്മാരെ കയ്യ തസ്ബീഹുമാല കടന്നു വരുന്നതിന് മുമ്പ് മനസ്സിൽ ചില വെളിച്ചങ്ങൾ നമുക്ക് ഉണ്ടാക്കും. ഒരു ഫ്രീക്ക ചെക്കനെ ഒതുക്കുക, ഷാഫിമാമനെ അറിയാൻ ചെക്കനെ ഒതുകൊടുത്ത ശരിയില്ല. അടുത്ത് പോയി ഇരുന്നിട്ട് പറഞ്ഞു ഐ ബുനയ്യ, ഓ കുഞ്ഞു മോനെ അസിനിൽ ഒതു നന്നാക്കുമോനെ. എന്താ വാർത്ത എങ്കിൽ യുക്സിലൊക്കെ മോനെ അല്ല നന്നാക്കൂ. ഈ കുട്ടി മൊത്തം കേൾക്കുന്നത് നീ നന്നാവൂലടാ എന്ന് പറയുന്ന ഒരു കാലത്താണ് ഷാഫിമാം ഒരു പ്രതീക്ഷ കൊടുക്കുന്നത്. മോൻ അല്ല നന്നാക്കും മോനെ. ഈ അവരുടെ ബുദ്ധിയിലുണ്ട്, തഫ്സീർ റാദിയിലുണ്ട്. അയാൾ നല്ല വൃത്തിയിൽ കൊടുത്തിട്ട് ഷാഫിമാമിനെ അങ്ങോട്ട് പോയി കണ്ടിട്ട് 8 ഉപദേശം സ്വീകരിച്ച നന്നായ ചരിത്രം. നമ്മളാണെങ്കിലും നമ്മുടെ നാട്ടിലൊരു പള്ളിയിൽ പൊട്ടി അങ്ങനെ കൊടുക്കും. അപ്പറ വെറുതെ ഇങ്ങനെ ആരോ സാധു മേലാല് പള്ളിയിൽ വരില്ല, അപ്പൊ അന്നത്തെ ഒതുകൊടുക്കും ചെയ്യില്ല. അതിനായിട്ടാണ് നമ്മൾ ചില സംഘം പള്ളിയിൽ നിൽക്കുന്നതന്നെ. അതുകൊണ്ട് എല്ലാവരും നന്നാവണം എന്ന് വിചാരിക്കും. എല്ലാവരും നന്നാവണം. ഞാൻ ഒരു ചരിത്രം കൊടുത്തത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് മഴയില്ലാതിരുന്നു. എന്ന കിതാബിൽ കാണുന്ന ചരിത്രം. മഴയില്ലാതിരുന്നപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരും ഒരുമിച്ച് കൂടി മഴക്ക് വേണ്ടുമായിരുന്നു. അല്ലാഹുമ്മ സ്ഖിലൻ വൈഫ് എന്ന അർത്ഥത്തിലുള്ള ദുആണ്. അള്ളാഹ് ഉടനെ മെസ്സേജ് വിട്ടു, മഴ തരില്ല. എന്തേന്ന് വെച്ചു, ഇന്നഫീകും റജുലൻ ഖദ അദ്നബ 40 സന, 40 കൊല്ലമായിട്ട് തെറ്റ് ചെയ്ത ഒരുത്തൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ എങ്ങനെ മഴ തരിക? ഓനുണ്ടാവും, മഴ തരില്ല. നമ്മളെ വീട്ടില് എല്ലാവരും സുബി കൃത്യം നിസ്കരിക്കുന്നുണ്ട്. പിന്നെ ഒരാൾ സുബി കാതാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പക്കത്ത് കമ്മി പുറക്കുണ്ടാവും. എത്ര ആയിട്ട് റാഹത്തില്ല. അത് ഏതെങ്കിലും ഒരു മോന് ലാസ്റ്റ് സീൻ ടുഡേ 1:35 വരെ സിനിമ എന്നുണ്ടോ തോന്നുന്നു. അതായിരുന്നു എൻ്റെ ഒരു കാരണം. പറക്കത്ത് കമ്മി അതിനൊക്കെ കാരണമാവുമല്ലോ. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഇത് പറഞ്ഞപ്പോൾ മൂസാ നബിക്ക് നല്ല വിഷമായി. കാര്യമായി ഇത് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് തിരിഞ്ഞ് അള്ളാഹിനോട് വർത്താനം നിർത്തിയിട്ട് ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ 40 കൊല്ലമായിട്ട് തെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇപ്പം ഇവിടുന്ന് പോയിക്കോളണം, നാട്ടുകാരുടെ മഴ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അയാൾക്ക് മനസ്സിലായി ഇത് എന്നെയാണ് പറയണത്. അയാളിങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇവിടുന്ന് പോയാൽ എല്ലാവർക്കും മനസ്സിലാവും ഞാനാണ് ആ മഹാത്തമ്മാടി. ഞാൻ ഇവിടെ നിന്നാൽ ഈ ഉമ്മത്തിന് എന്നെ കൊണ്ട് മഴ കിട്ടൂല. എന്താണ് ചെയ്യാം? മൂസാ നബി പറയുന്നത് കേട്ടിട്ടില്ല. ആരാണെങ്കിലും അയാൾ ഇവിടുന്ന് പോയിരിക്കണം. അയാൾ 40 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് അയാളെ നാവ് അണ്ണാക്കിലേക്ക് ടച്ച് ചെയ്തിട്ട് അള്ളാഹിനെ വിളിച്ച് 40 കൊല്ലത്തിന് ശേഷം, അല്ലോ ഈ നാട്ടാറൊന്നും എന്നെ വശലാക്കല്ലേ പ്ലീസ്, എനിക്ക് മഴ വേണം, എൻ്റെ തോപതി സ്വീകരിക്കണം. അരമണിക്കൂർ ലേറ്റ് ആക്കിയിട്ടൊന്നുമില്ല, ഒറ്റൊരു പറത്താൻ അള്ള ചറപ്പറ മഴ കൊടുത്തു. മൂസാ നബി ചോദിച്ചു, ആരും പോകുന്നത് കണ്ടിട്ടില്ലല്ലോ റബ്ബേ. അപ്പൊ അള്ള പറഞ്ഞത് കത്താവയില്ല. അയാൾ ഫോം ഫില്ല് ചെയ്തൊന്നും അയാളെ തോപ് ചെയ്തു. അത്ര അള്ളാഹ്ക്ക് വേണം. എടാ നമ്മൾ വലിയ കടുപ്പാവരുത്. ശേഷം മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്നാൽ അയാളെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? അയാളെ എനിക്ക് കാണിച്ചു തരുമോ അള്ളാഹ്? അതിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞു, എന്റെ കാണിക്കാനുള്ള കാരണം, മൂസാ നബി ചോദിക്കാനുള്ള കാരണം, അയാളാണ് ഇതുവരെ ഏറ്റവും വലിയ തമ്മാടി. ഈ നിമിഷം മുതൽ അയാളെ ഏറ്റവും ഫ്രഷ് ആയല്ലോ, അയാളാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ്. അയാളൊന്ന് കാണിച്ചു തരുമോ? മൂസാ നബിയോട് അള്ളാഹ് പറയാം, അയാളെ കാണിച്ചെന്നാൽ നിങ്ങളെ മനസ്സിലുണ്ടായാൽ
പണ്ട് 40 കൊല്ലം തെറ്റ് ചെയ്ത ആൾ എന്ന് നിനക്ക് മനസ്സിൽ വരില്ലേ? അങ്ങനെയൊന്നും ശരിയാവില്ല. കാരണം 40 കൊല്ലം തെറ്റ് ചെയ്ത കാലത്ത് തന്നെ എൻ്റെ അടിമന ഞാൻ ആർക്കും കാണിച്ചു കൊടുത്തിട്ട് വശമാക്കിയിട്ടില്ല. പിന്നെ നന്നായ ശേഷം എങ്ങനെയാണ് എൻ്റെ അടിമന വശമാക്കി? അതിലൊന്നും എന്നെ കിട്ടൂല. ഇതാണ് നമ്മുടെ അള്ളാഹു കേട്ടോ, ഇതാണ് നമ്മുടെ അള്ളാഹു. ആ അള്ളാഹിനോട് തെറ്റ് ചെയ്ത് എന്തിനാ തെറ്റ് ചെയ്യുന്നത്? അള്ള എന്തെല്ലാം ആക്കി നമ്മളെ ചില ചെറുപ്പക്കാരെല്ലാം ഓട്ടം കണ്ടാൽ അള്ള എന്തോ ആക്കിയ മതി കേട്ട. എടോ കൊല്ലിൽ മുഅ്മിനീന യഗ്ളുദൂ മിൻ അബ്സാരിഹിം, നീ മൊബൈലിലായാലും മറ്റാരും ഹറാമ് കാണരുത് എന്ന് അള്ള പറയാൻ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറഞ്ഞേ അല്ലേ? അള്ള പറയാൻ പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞതാണ് ഹറാമ് കാണരുത്. ഇനി ആരും നമ്മളോട് പറയില്ലേ? അള്ള പറയാൻ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ആരാ പറയല്ലേ? നമ്മളിപ്പോൾ മൊബൈലിൽ നിന്ന് തെറ്റ് കാണുമ്പോൾ 2 ഓപ്ഷനാണുള്ളത്. തെറ്റ് കാണുന്ന ഞാൻ തെറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ള കാണുന്നുണ്ട് എനിക്കറിയാം, എന്നിട്ടും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ധിക്കാരല്ലേ? അള്ള കണ്ടാലെന്താ എന്നർത്ഥത്തിൽ. അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷനാണല്ലോ, അള്ള കാണുന്നില്ല കാരണം ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. എങ്ങനെ കാണും? നമ്പർ ലോക്കുമാണ്, ഫിംഗർ പ്രിന്റും ഉണ്ട്, പിന്നെ കണ്ടപാട് ഡിലീറ്റ് ആക്കുന്നുണ്ട്, വാതിലടിച്ചിട്ടുണ്ട്, കുറ്റി വിട്ടിട്ടുണ്ട്. രാത്രി അല്ലേ പിന്നെ എങ്ങനെ കാണല്? അതൊരു കുഫറല്ലേ? അന്ധനായ അള്ളാനാണ് നീ വിശ്വസിക്കുന്നത്. കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ജ്യേഷ്ഠന്റെ കുട്ടി വന്ന് അന്നേരം നീ ചാറ്റിങ് മറ്റേ ഹറാം ഓഫാക്കി. അതിനെ ഓഫാക്കി ആ കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ട് അതാരം ജ്യേഷ്ഠന്റെ കുട്ടി, പേര് ഫാത്തിമ ഹിബ, വയസ്സ് 6, പഠിക്കുന്നത് UKG. ആ കുട്ടിക്ക് മനസ്സിലാവും നീ കാണുന്ന ഹറാമാണ്, മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവും? ആ കുട്ടി തേന സാധനം എല്ലാം മനസ്സിലാവും. അള്ളാഹ്ക്കും 6 വയസ്സിന്റെ അതുപോലും ഇല്ല. നീ എത്ര വയസ്സാണ് ഇപ്പോൾ? 17. പണ്ട് 7ാം വയസ്സിൽ മദ്രസയിൽ 3ാം ക്ലാസ് പഠിച്ചിട്ടില്ലേ? അന്ന് അള്ള ഏറ്റവും കാണുന്നവനാണ് കേൾക്കുന്നവനാണെന്ന് കിതാബിൽ പഠിച്ചിട്ടില്ലേ? ഇപ്പൊ 10 കൊല്ലം കൊണ്ട് അള്ളാഹിനെ കാഴ്ച പോയാ. എന്താണ് ഈ പറയണത്? അന്ധനായ അള്ളാഹിനെ വിശ്വസിച്ച് നീ എങ്ങനെ ബഹുമാനോടെ മരിക്കരുത് നമ്മൾ ഉള്ളിൽ ചോദിക്കേണ്ട ശരിക്കും അല്ലേ? അല്ലേ? ഈ അടിച്ചുപൊളി ജീവിതവും കട്ടൗട്ടും ഫ്ലക്സും ഈ അർജന്റീനയും ബ്രസീലും എന്നൊക്കെ പറയുന്ന സാധനം മതിൽമ കയറലും പിന്നെ തെങ്ങുമ്മ കയറിയിട്ട് കെട്ടലൊക്കെ, എടാ മോനെ നീ ഒരു ദിവസം താഴെ ഇറങ്ങൂലേ? പള്ളിയിലല്ല, ഗ്രൗണ്ട് ഫ്ലോറിലും അല്ല, ഖബറിൽ. അന്ന് ആരും സെലിബ്രേറ്റഡ് ഫാൻസ് ഒന്നും വരില്ല, അന്ന് ഫോണും ഉണ്ടാവില്ല, അന്ന് ചുമ്മാ തീയോമൽക്കിയാമത്തെ എന്താ അന്ന് എൻ്റെ അടുത്തേക്ക് ഒറ്റക്കല്ലേ നീ വരേണ്ടതെന്ന് അന്ന് ചോദിക്കും. അപ്പൊ അതിനൊക്കെ കഴുകി ശുദ്ധിയാണോ എന്ന പദത്തിന്റെ 2 അർത്ഥം തന്നെ അങ്ങനെയാണ്. ഒന്ന് കരിച്ചു കളയുന്നത്, നമ്മുടെ തെറ്റൊക്കെ കരിച്ചു കളയും. മറ്റൊരർത്ഥം പുതുമഴ എന്നർത്ഥം ഉണ്ടായിരുന്നു. പുതുമഴ ആദ്യം ഒരു നല്ല മഴ പെയ്താൽ ഭൂമിയിലെ ചെടിയൊക്കെ വൃത്തിയാക്കി അടിപൊളിയാക്കുക അല്ലേ? നമ്മൾ മുറ്റൽ അടിപൊളിയാകുന്ന പോലെ അടിപൊളിയാവാനാണ് റമദാൻ തന്നത്. അതാണ് ഖുർആനിന്റെ ഹദീസിൽ വന്നത്, റമദാനിൽ തെറ്റ് പൊറുപ്പിച്ചില്ലെങ്കിൽ പിന്നെ എപ്പം പൊറുക്കാനാണ്? അതാ ഹദ്ദാദ് ഇമാം പറഞ്ഞത്, റമദാനിൽ തെറ്റ് പൊറുക്കാത്തവന് അള്ളാന്റെ റഹ്മത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവെ വരുന്ന റമദാനെ ജീവിതത്തിൽ ഏറ്റവും നന്നായി മുതലാക്കുന്ന റമദാനെ നീ സ്വീകരിക്കണേ. റഹ്മാനെ ഉസ്താദുമാരൊക്കെ ദുആ ചെയ്യും. ഞാൻ എൻ്റെ സമയമായതുകൊണ്ട് ദിന പ്രഭാഷണവും ദുആ മജ്‌ലിസും ഇൻഷാ അല്ലാഹ് വരുന്ന 7-8 ദിവസം എന്ന് പറഞ്ഞാൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ CK നഗർ ജമാഅത്ത് പള്ളിക്ക് പരിസരത്ത് നടക്കുന്നു. ഉസ്താദ് ഹാഫിൾ മസൂദ് സഖാഫി ഗൂഡല്ലൂർ ഉസ്താദ് അവറുകളാണ്. ഉസ്താദ് അവിടുത്തെ ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാം, ഒന്നും കളയാനുണ്ടാവില്ല, വലിയ ഇൽമാണ്. ഉസ്താദ് ഹാഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാവർക്കും സ്വാഗതം സംഘാടകരെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മജ്‌ലിസ് അവസാനിപ്പിക്കുകയാണ്. ദുആ ഉസ്താദ്മാരും ചെയ്യും. എൻ്റെ ട്രെയിനിൻ്റെ സമയമായി. കലക്ഷൻ ദുആന് മുമ്പ് റമദാൻ ഒന്ന് അനുകൂലമാൻ 1000 രൂപ തരാൻ പറ്റും. ഒരു 10 ആളൊന്ന് കൈ നോക്കി കൊടുത്തവരെന്നായിരുന്നു. ഒരു 10 ആൾ 1000 രൂപ തരാൻ പറ്റും. ഒരു 10 ആൾ ബിസ്മില്ലാ. ആരാണ്? ബാബാജി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 2 വേഗം ബാക്കിയുള്ള 9 ആൾ 2 അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. പെട്ടെന്ന് പറഞ്ഞാൽ 2 ആൾ സംഘാടകരും എഴുതിയ 8 ആൾ കൂടി പറഞ്ഞു. വേഗം, സമയമില്ല. ഈ 1000ന്റെ ഒറ്റ നോട്ട് ഇല്ലാത്തതുകൊണ്ടുള്ള ആശങ്കയാണെന്ന് അറിയാം. 2,500 കൊടുത്താൽ മതി. മൂന്നാമത്തെ ആൾ 3 മൂന്നാമത്തെ ആൾ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. പിന്നെ ഈ നാട്ടുകാർക്ക് ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. 3 ഇനി ഒരു 7 ആൾ കൂടി പെട്ടെന്ന് ആരെ പറഞ്ഞു? 3 ആൾ, ഒരു 7 ആൾ കൂടി.
അള്ളാഹുവെ അവർക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാൻ. അവരുടെ സദക്ക സ്വീകരിക്കണേ റഹ്മാൻ. ഇൽമിൻ്റെ അഹലുകാർക്കും ഇൽമിനും സദക്ക ചെയ്താലും 1,00,000 പ്രതിഫലം. സദക്കൻ്റെ കൂലി 5 തരത്തിൽ അതിൽ പെട്ടാണ് 1,00,000 പ്രതിഫലം കിട്ടുന്നത്. 4 ഇനി ഒരു 6 ആളോട് സമയമില്ല. അതാ പറയുന്നു 6 ഇല്ലേ സമയം ഉപ്പര് കൊടുക്കണ്ടോ? ഒരു പറഞ്ഞാണോ? അതെ. അപ്പോൾ 5 ആളായി. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ മുമ്പിലുള്ള 5 ആളായി. ഒരു 5 ആൾ കൂടി ഉണ്ടോ? ഒരു 5 ആൾ കൂടി പെട്ടെന്ന് പറഞ്ഞാൽ 5 ആളുണ്ട്. ഒരു 5 ആൾ കൂടി സമയമില്ല ഇല്ലേ? ഒരു 5 ആൾ കൂടി ഒരു 1000 രൂപ ഏറ്റെടുക്കാൻ വേണ്ടി ഉണ്ടോ? നമ്മുടെ എല്ലാ കാര്യവും ഹാസിലായി കിട്ടാനും മക്കൾ നന്നാവാൻ റഹ്മാൻ അനുകൂലമാൻ ഒരു 5 ആൾ കൂടി. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ബുദ്ധിമുട്ടിയിട്ട് സ്വതക്കെ ചെയ്യരുത്. ചോദിച്ചോണ്ട് കൊടുത്തതാണ് വിഷമാണ് എന്നതുകൊണ്ടൊന്നും സ്വതക്ക ചെയ്യാൻ പാടില്ല. ആളൊന്നെന്ന് ചോദിച്ചാൽ ഒരാൾ സ്വതക്ക തരും. അയാളോട് വീട്ടിൽ നിന്ന് വെച്ചാൽ അയാളെ കഷ്ടപ്പാടാണ് എങ്കിൽ ആ സ്വതക്ക ചെയ്യരുത് എന്നല്ലേ തഹീറുൽ മഖാൽ ഫി അഹ്കാമിൽ വാദാബിൻ മുഅദ്ദിബിൻ എന്ന് പറയുന്ന കിതാബിൽ ഇബ്നു ഹജർ അൽ-ഗസാലി അങ്ങനെ ഉദ്ധരിച്ച് പറഞ്ഞത്. അങ്ങനെ കലക്ഷനൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. ബുദ്ധിമുട്ടല്ല. 6ാമത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കഴിയുന്ന പോലെ നേരത്തെ സംഭാവന നൽകി എന്നുള്ള സംസാരമൊക്കെ വന്നിട്ടില്ല. ഇനി ഒരു 500 രൂപ തരാൻ പറ്റിയ 5 ആളുണ്ടോ? 500 രൂപ തരാൻ പറ്റിയ ഒരു 5 ആൾ. അതവരാണ്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഉണ്ടോ? 4 ആൾ കൂടി പറഞ്ഞാലും നല്ല ഉദ്ദേശത്തോടെ 4 ആൾ കൂടി അത് വേറെ ആൾ. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇവർക്ക് ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇവർക്ക് എന്താണാവും ആമീൻ വിരുദ്ധ സംഘടനകളുടെ വേറെ 3 ആൾ. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ വലിയ ശ്രദ്ധിക്കുക. 2 ആൾ കൂടി ഉണ്ടോ? 2 ആൾ കൂടി അതെ വരും. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഒരാൾ കൂടി പറയും ഈ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. എല്ലാ വിധത്തിലുള്ള ഖൈറാത്തുകൾക്കും തൗഫീഖ് ചെയ്യണേ റഹ്മാൻ. അള്ളാഹു നമ്മളെ മജ്‌ലിസ് സ്വീകരിക്കണേ. ഉസ്താദുമാർ ദുആ ചെയ്യും. ചെറിയൊരു ദുആ നടത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഈ മജ്‌ലിസ് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ കിതാബുകൾ പറഞ്ഞ പോലെ എല്ലാ ദോഷങ്ങളും പുറത്തുന്ന മജ്‌ലിസാക്കണേ റഹ്മാൻ. നമ്മളെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് നമ്മളെ നന്നാക്കി തരണേ. ഇൽമിൻ്റെ അഹലുകാരെ സ്നേഹിക്കുന്നവർക്ക് വെച്ച എല്ലാ ഓഫറുകളും നമുക്ക് നൽകണേ റഹ്മാൻ. നമ്മുടെ എല്ലാ ആറ്റുകുറ്റം നന്നാക്കണേ. നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് മക്കളാണല്ലോ. അവരെ സ്വയങ്ങളാക്കി തരണേ. സാധനം മരിക്കുമ്പോൾ കാമില ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മൗത്താക്കണേ റഹ്മാൻ. വരുന്ന റമദാൻ ജീവിതത്തിൽ അവസാനത്തെ റമദാനാക്കല്ലേ. ഒരുപാട് റമദാനുകൾ നിനക്കും ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുന്ന റമദാനുകൾ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാൻ. നിങ്ങളെല്ലാം ദുആയിൽ ഉണ്ടാവണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങളുടെ പല ദ്വാരണ്ട് സുഖമായിട്ടുണ്ട്. നമ്മുടെ സനത് വാങ്ങി വന്ന അനിമങ്ങളിൽ നേരത്തെ എത്താത്ത ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അബ്ദുൽ അസീസ് സഖാഫി കാവുപ്പുര. അദ്ദേഹത്തിനുള്ള സമ്മാനം ബഹുമാനപ്പെട്ട തങ്ങളെ നൽകുന്നു.
നിസ്കാരം നടക്കാൻ പോയാണ് ഒന്നുമില്ലാത്ത ആളുകൾ പെട്ടെന്ന് ഒന്നെടുത്ത് വന്നാലും നിസ്കാരം